من تذكر جيران بذي سلم ما زجت دمعا جرى من مقلة بدمي أم هبت الريح من تلقاء كاظمة وأومض البرق في الظلماء من إظمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ബഹുമാന്യരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടക്കാനാകാത്ത അനുരാഗത്തോടുകൂടി ധാരാളം വിഷയങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് മഹാനായ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ചൊല്ലിയ ലോകം മുഴുക്കെ സർവ പണ്ഡിതന്മാരും ഒരുപോലെ വലിയ അനുഗ്രഹമുള്ള ബറക്കത്തുള്ള രോഗശമനം തേടുന്ന മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി ചൊല്ലുന്ന അതിമഹത്തായ ഖസീദത്തുൽ ബുർദ, അൽ ബുർദ എന്ന പേര് എങ്ങനെ വന്നു എന്നും അതിന്റെ ചരിത്ര പശ്ചാത്തലവുമൊക്കെ ഇന്നലെ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നാം സംസാരിച്ചിട്ടുണ്ട്. നാം ഇന്നലെ പറഞ്ഞു വെച്ചിരുന്നത് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരി ഒരധ്യായം തന്നെ കൊടുത്തിരിക്കുന്നു. ഹുബ്ബുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഈമാൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം ഈമാനിൽപ്പെട്ടതാണ്. സ്നേഹമെന്ന് പറയുന്നത് അതൊരു മനസ്സിന്റെ പ്രത്യേകമായ ഒരവസ്ഥയാണ്. അനുസരണം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. നമ്മൾ ചിലപ്പോൾ നമ്മൾ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയെ അനുസരിച്ചു എന്ന് വരും. അദ്ദേഹത്തോട് പ്രത്യേക സ്നേഹമൊന്നുമില്ല, പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞപ്പോൾ അനുസരിച്ചിട്ടുണ്ട്. ഒന്നുകിൽ അദ്ദേഹത്തെ ഭയപ്പെട്ടത് കൊണ്ടാകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നടപടി നാം പേടിക്കുന്നത് കൊണ്ടാകാം. അതുകൊണ്ടാണ് ഒരു മേലുദ്യോഗസ്ഥനെ കീഴുദ്യോഗസ്ഥൻ അനുസരിക്കും. അതുകൊണ്ട് ആ മേലുദ്യോഗസ്ഥനോട് കീഴുദ്യോഗസ്ഥന് മനസ്സിന്റെ അടിത്തട്ടിൽ സ്നേഹമൊന്നും ഉണ്ടാകണം എന്നില്ല. പറഞ്ഞാൽ അനുസരിക്കും, അനുസരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ജോലി പോയി പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തകരാറ് സംഭവിക്കും. അങ്ങനെ ചിലപ്പോൾ അനുസരിക്കും, മറ്റു ചിലപ്പോൾ അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് ലാഭം നഷ്ടപ്പെടും, അല്ലെങ്കിൽ കാര്യം നഷ്ടപ്പെടും. അതിന്റെ പേരിൽ പറഞ്ഞത് അനുസരിക്കും. എന്നാൽ ഹുബ്ബ് എന്ന് പറയുന്നത് അത് മറ്റൊന്നാണ്. ഒരാൾ ബാപ്പയെ മനസ്സിന്റെ അടിത്തട്ടിൽ സ്നേഹിക്കുന്നു, പക്ഷേ ആ ബാപ്പ ഒരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മടി കൊണ്ടോ, അല്ലെങ്കിൽ അലസത കൊണ്ടോ, അല്ലെങ്കിൽ തരപ്പെടാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടോ ബാപ്പ പറഞ്ഞത് ചെയ്തിട്ടില്ല. ചെയ്യാത്തത് കൊണ്ട് മാത്രം അദ്ദേഹം ബാപ്പയെ സ്നേഹിക്കാത്തവനാണ് എന്ന് പറയാൻ പറ്റില്ല.
അദ്ദേഹത്തിന് സ്നേഹമുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ ഒരു മനുഷ്യൻ ആ ബാപ്പയെ ഇകഴ്ത്തി പറഞ്ഞാൽ, ബാപ്പയെ നിസ്സാരപ്പെടുത്തി സംസാരിച്ചാൽ, അപ്പോൾ കാണാം ആ മകന്റെ ബാപ്പയോടുള്ള സ്നേഹം. അദ്ദേഹത്തിന് അത് സഹിക്കാൻ കഴിയില്ല. അദ്ദേഹം ഇകഴ്ത്തി സംസാരിച്ചവനെതിരെ ശക്തമായി പ്രതികരിക്കും. അത് ബാപ്പയോടുള്ള സ്നേഹമാണ്. ഈ ബാപ്പ നേരത്തെ അങ്ങാടിയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഈ മകൻ അനുസരിച്ചിട്ടില്ല. അനുസരിക്കാത്തത് കൊണ്ട് മകന് ബാപ്പയോട് സ്നേഹമില്ല എന്ന് പറയാൻ നിർവാഹമില്ല. സ്നേഹമെന്ന് പറയുന്നത് മറ്റൊന്നാണ്. പക്ഷേ സ്നേഹം പൂർണ്ണമാകുമ്പോൾ, സ്നേഹം പൂർണ്ണതയിലെത്തുമ്പോൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുകയും കൂടി ചെയ്യും. അപ്പോഴാണ് സ്നേഹം പൂർണ്ണമാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം അനുസരിച്ച് ഒരു മേലുദ്യോഗസ്ഥനെ മനസ്സുകൊണ്ട് വെറുക്കുന്ന ഒരാൾ ആ മേലുദ്യോഗസ്ഥനെ അനുസരിച്ചില്ലെങ്കിൽ അദ്ദേഹം എന്നെ ജോലിയിൽ നിന്ന് ഡിസ്മിസാക്കും, അല്ലെങ്കിൽ എന്റെ കഫീല് എന്റെ വിസ ക്യാൻസലാക്കും, അല്ലെങ്കിൽ എന്റെ കഫീല് എന്റെ കച്ചവടം പിടിച്ചെടുക്കും എന്നൊക്കെ തോന്നിയാൽ സ്പോൺസർ പറയുന്നത് അനുസരിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാവും. അതേസമയത്ത് ഈ സ്പോൺസർ ഒന്ന് മാറി കിട്ടിയാൽ മതി, ഇവനൊന്ന് ഒഴിവായി കിട്ടിയാൽ മതി, അതൊരു ഇവന്റെ കീഴിലുള്ള ഈ ജോലി ഒന്ന് മാറി കിട്ടിയാൽ മതി എന്ന് അവന്റെ മനസ്സ് അവനോടുള്ള വെറുപ്പ് കൊണ്ടിങ്ങനെ മന്ത്രിക്കുന്നുണ്ടാവും. പക്ഷെ പറഞ്ഞൊക്കെ അനുസരിക്കും. അതുകൊണ്ട് സ്നേഹമുണ്ടെന്ന് പറയാൻ കഴിയില്ല. അനുസരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം സ്നേഹമുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് മനസ്സിന്റെ അടിത്തട്ടിലുള്ള ഒരു വിഷയമാണ്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെല്ലാം അനുസരിച്ചു, എല്ലാം അംഗീകരിച്ചു, നന്നായി നിസ്കരിച്ചു, നോമ്പെടുത്തു, എല്ലാ കാര്യങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിർവഹിച്ചു. പക്ഷേ ഒരു ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞു. ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലഅൻത യാ റസൂലല്ലാഹ്, ഓ നബിയെ, നിശ്ചയമായും അവിടുന്ന് അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ശൈഇൻ ഇല്ലാ മിൻ നഫ്സി, എല്ലാ വസ്തുവിനേക്കാളും എല്ലാവരെക്കാളും ഓ നബിയെ അവിടുന്ന് എനിക്ക് പ്രിയപ്പെട്ട ആളാണ്. ഇല്ലാ നഫ്സി, എന്റെ ശരീരം കഴിച്ചാൽ, ഞാൻ കഴിഞ്ഞാൽ ഏറ്റവും ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഓ നബിയെ തങ്ങളാണ്. ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഓർക്കണം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഉപദേശവും ലംഘിച്ചിട്ടില്ല, ഒരനുസരണക്കേടും കാണിച്ചിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെടുത്താറില്ല. ഒരു ദിവസത്തെ ഒരു അസറിന്റെ ജമാഅത്ത് 2 കാരക്കത്തോട്ടങ്ങൾ ചെന്നു നോക്കാൻ പോയി തിരിച്ചു വരുമ്പോഴേക്ക് കഴിഞ്ഞു പോയതിനാൽ മനസ്സ് വേദനിച്ച് ആ 2 തോട്ടവും സാധുക്കൾക്ക് സംഭാവനയായി നൽകിയ മഹാനാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കുകയും അവിടുന്ന് പഠിപ്പിച്ച ജമാഅത്ത് പോലും ഒരവസരത്തിലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും ആ ജമാഅത്ത് നഷ്ടപ്പെടാൻ നിമിത്തമായ കാരക്കത്തോട്ടം ഇനി ഞാൻ കൈവശത്തിൽ വെച്ച് നീങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചതപ്പോൾ തന്നെ ആ ഒരു മോശമായ സമീപനം അഥവാ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയ സമീപനം മനഃപൂർവമല്ലെങ്കിലും സംഭവിച്ചപ്പോൾ 2 തോട്ടവും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി പാവപ്പെട്ടവർക്ക് സംഭാവനയായി നീക്കിവെക്കുകയും ചെയ്ത സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്തും, നബി തങ്ങളെ പിന്തുടർന്നുകൊണ്ട് ഒരു സുന്നത്തും കൈയൊഴിക്കാത്ത വ്യക്തിയാണ്.
പക്ഷേ സ്നേഹത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഓ നബിയേ, എല്ലാറ്റിനേക്കാളും, മാതാപിതാക്കളെക്കാളും ഭാര്യയെക്കാളും സന്താനങ്ങളെക്കാളും സർവ വസ്തുക്കളെക്കാളും ധനത്തെക്കാളും എല്ലാറ്റിനേക്കാളും ഓ നബിയേ, എനിക്ക് അങ്ങയോട് സ്നേഹമാണ്. പക്ഷേ എന്റെ സ്വന്തം ശരീരം കഴിച്ചിട്ടാണ്, എന്റെ ശരീരം എന്നെ ഒഴിച്ചു നിർത്തിയിട്ടാണ്, എന്നെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തങ്ങളോടാണ് നബിയേ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംതൃപ്തനായില്ല. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സ്വർഗത്തിലെത്തിക്കണം എന്ന് ചിന്തിക്കുകയും അതിന് പ്രവർത്തിക്കുകയും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന നേതാവാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ മനസ്സിൽ ഞാൻ സ്നേഹിക്കുന്ന, എന്റെ പ്രവർത്തകനായ, എന്റെ അനുയായിയായ, എന്നെ പരിപൂർണമായി അനുസരിച്ച് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമർ സ്വർഗത്തിലെത്തണമല്ലോ. അതുകൊണ്ട് തുറന്ന് പറയാതെ നിർവാഹമില്ല. അവിടുന്ന് അങ്ങ് പറഞ്ഞില്ല, വല്ലദീ നഫ്സീ ബിയദിഹി ലാ, മതിയാകൂല ഉമറേ, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ശരീരം ഏതൊരു റബ്ബിന്റെ അധികാരത്തിലും കഴിവിലും ആണോ നിൽക്കുന്നത്, ആ റബ്ബിനെ തന്നെയാണ് സത്യം. ഹത്താ അകൂന ഹബ്ബ ഇലൈക മിൻ നഫ്സിക, നിങ്ങളെ ബാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, സന്താനങ്ങളെക്കാൾ, ഭാര്യയേക്കാൾ, അങ്ങനെ എല്ലാറ്റിനേക്കാളും എന്നെ സ്നേഹിച്ചാൽ മാത്രം പോരാ. ഹത്താ അകൂന ഹബ്ബ ഇലൈക മിൻ നഫ്സിക, നിങ്ങളെ സ്വന്തം ശരീരത്തേക്കാൾ എന്നെ സ്നേഹിച്ചാലേ ശരിയാവുകയുള്ളൂ ഉമറേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരനുസരണക്കേടും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളിൽ നിന്നുണ്ടായിട്ടില്ല. സുഹൃത്തുക്കളെ, ചിലര് പറയാറുണ്ട്, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുകയെന്നാൽ ആ നബിയെ അനുസരിച്ച് ജീവിക്കലാണ്, പിന്തുടർന്ന് ജീവിക്കലാണ്. അതെ എന്ന് പലരും പറയാറുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പിന്തുടർച്ചയ്ക്ക് വല്ല കുഴപ്പവും ഉണ്ടായിരുന്നോ? വല്ല അനുസരണക്കേടും ഉമർ ഇബ്നുൽ ഖത്താബിൽ നിന്ന് വന്നിരുന്നോ? ഒന്നും സംഭവിച്ചിട്ടില്ല. സ്വന്തം ബാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ മനസ്സിൽ സ്നേഹവുമുണ്ട്, മക്കളെക്കാൾ സ്നേഹമുണ്ട്, സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹം മനസ്സിലിങ്ങ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് അവിടുന്ന് ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞത്, എന്റെ ശരീരം കഴിച്ചാൽ ഏറ്റവും സ്നേഹം അങ്ങയോടാണ് നബിയേ. അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു ന്യൂനതയും സംഭവിക്കരുതെന്നും ഉമർ എന്തായാലും രക്ഷപ്പെടണമെന്നും ഉമർ അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട എന്റെ പ്രിയപ്പെട്ട ശിഷ്യനാകണമെന്നും അതേ മനസ്സിൽ താല്പര്യമുള്ള അതേ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളങ്ങ് പറഞ്ഞു, ലാ വല്ലദീ നഫ്സീ ബിയദിഹി, മതിയാകൂല ഉമറേ, ആ സ്നേഹം പോരാ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഹത്താ അകൂന ഹബ്ബ ഇലൈക മിൻ നഫ്സിക, നിന്റെ സ്വന്തം ശരീരത്തേക്കാൾ എന്നെ നീ പ്രിയം വെക്കാതെ നിന്റെ സ്നേഹം പൂർണ്ണമാകൂല, വിജയം കൈവരിക്കൂല, ഈമാൻ അതിന്റെ പൂർണ്ണ രംഗത്തെത്തൂല. സുഹൃത്തുക്കളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ബഹുമാനമല്ലേ? അതുകൊണ്ട് തന്നെ അവിടുത്തെ ഹദറത്തിനും അവിടുത്തെ സദസ്സിനും വലിയ ബഹുമാനമാണ് കേട്ടോ, വലിയ ബറക്കത്താണ് കേട്ടോ.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചേർന്ന് നിൽക്കുന്നതിനും ഏറ്റവും വലിയ ബഹുമാനമാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള സ്ഥലമേതാണ് എന്ന ചർച്ച വന്നപ്പോൾ പണ്ഡിതന്മാര് തർക്കമില്ലാതെ അങ്ങ് പറഞ്ഞു, ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം സ്പർശിച്ചു നിൽക്കുന്ന സ്ഥലമാണ്. മദീന ശരീഫിൽ അവിടുത്തെ ശരീരം തൊട്ടുകിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്തേക്കാൾ ബഹുമാനമുള്ള ഒരു സ്ഥലവും ഇല്ലേ ഇല്ല. ആകാശത്തിലുമില്ല, ഭൂമിയിലുമില്ല. കഅബ ശരീഫ് നിൽക്കുന്ന സ്ഥലത്തേക്കാളും ബഹുമാനം, കഅബയേക്കാൾ ബഹുമാനമുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീരം തൊട്ട് നിൽക്കുന്ന സ്ഥലമാണ്. അതിൽ ഒരു ഇമാമിനും തർക്കമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീരം തൊട്ട സ്ഥലത്തിന് മഹത്വമാണ്. നിങ്ങൾക്കറിയാം, നമ്മളൊരു തോലെടുത്തു, ആ തോല് കൊണ്ട് മുസ്ഹഫിന് നമ്മളതാ ബൈൻഡ് ചെയ്യാൻ ആ തോല് ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ കവർ പേജായി ആ തോല് നമ്മൾ വെച്ചാൽ, ആ മുസ്ഹഫിന്റെ തോല് പിന്നീട് നമ്മൾ തൊടണമെങ്കിൽ അതാ ഒതുവെടുത്തിട്ടേ പറ്റുള്ളൂ, എന്നിട്ടേ നമുക്ക് തൊടാൻ പറ്റുന്നുള്ളൂ. അത് മുസ്ഹഫല്ല, മുസ്ഹഫിന്റെ കവറാണ്. പക്ഷെ ആ കവറ് മുസ്ഹഫിനോട് ചേർന്നിങ്ങ് വന്നപ്പോ മുസ്ഹഫ് ഒതുവെടുത്തിട്ടേ തൊടാൻ പറ്റൂ, എങ്കിൽ ഈ തോലും ഒതുവെടുത്തിട്ടേ തൊടാൻ പറ്റൂ. തൊട്ട് നിൽക്കുമ്പോൾ ബഹുമാനം കിട്ടുന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന സ്ഥലം, അത് ലോകത്ത് ആകാശത്തിലും ഭൂമിയിലും ഏറ്റവും ബഹുമാനമുള്ള സ്ഥലമാണത്. ഇനി അതിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമോ നിങ്ങൾക്കറിയാം, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ വീട്ടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടക്കുള്ള സ്ഥലം, അഥവാ അവിടുത്തെ വീടെന്ന് പറഞ്ഞത് അവിടുന്ന് ജീവിതകാലത്ത് അന്തിയുറങ്ങിയ സ്ഥലമാണ്. വഫാത്തിന്റെ ശേഷവും അതേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ താമസിച്ചിരുന്ന ആ വീട്ടിൽ തന്നെ ഇന്നും അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വീട് കൊണ്ട് ഉദ്ദേശം അവിടുത്തെ ശരീരം തൊട്ട് നിൽക്കുന്ന റൂമാണ്, ശരീരം തൊട്ട് നിൽക്കുന്ന വീടാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിന് അധ്യായം നൽകുമ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ അധ്യായം കൊടുത്തത് തന്നെ ബാബു ഫളി മാ ബൈനൽ ഖബ്രി വൽ മിൻബരി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലത്തിന്റെ ബഹുമാനം പറയുന്ന അധ്യായം. കാരണം അവിടുന്ന് ആ സ്ഥലത്ത് കിടന്നപ്പോൾ ആ കിടന്ന സ്ഥലം മുതൽ അവിടുന്ന് എപ്പോഴും താമസിക്കുകയും പോവുകയും വരികയും വിവാദത്തെടുക്കുകയും ഖുതുബോതുകയും നിസ്കരിക്കുകയും ഒക്കെ ചെയ്ത മിമ്പറും മിമ്പറിനോട് ചേർന്ന സ്ഥലങ്ങളും അങ്ങനെ അവിടുത്തെ ശരീരവുമായി കൂടുതൽ ബന്ധപ്പെട്ട ആ സ്ഥലം, അതിനെ സംബന്ധിച്ച് പറഞ്ഞു റൗളത്തും മിൻ റിയാദിൽ ജന്ന. അത് സ്വർഗത്തോട്ടത്തിൽ നിന്ന് തോട്ടമാണ്, സ്വർഗത്തോട്ടങ്ങളിൽ നിന്നുള്ള തോട്ടമാണ്. അവിടുത്തെ ശരീരവുമായി ബന്ധപ്പെട്ട സ്ഥലത്തിന് വലിയ ബഹുമാനമാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി മാനസികമായി ബന്ധമുള്ളവരാണ് മുഅ്മിനീങ്ങൾ. ആ മുഅ്മിനീങ്ങളായ ആളുകളുടെ ഖബറിനെ സംബന്ധിച്ച് അവിടുന്ന് പറഞ്ഞു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് ജീവിച്ച് മരിക്കുന്ന മുഅ്മിനീങ്ങൾ അവർ കിടക്കുന്ന സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു, റൗളത്തും മിൻ റിയാദിൽ ജന്ന. മുഅ്മിനീങ്ങൾ താമസിക്കുന്ന ഖബർ അത് സ്വർഗ്ഗത്തോട്ടത്തിൽ നിന്നുള്ള തോട്ടമാണ്. മഹാന്മാര് കിടക്കുന്ന സ്ഥലങ്ങൾ തന്നെ സ്വർഗ്ഗത്തോട്ടമാണ്. എങ്കിൽ പിന്നെ ഹബീബായ നബി തങ്ങൾ കിടക്കുന്ന സ്ഥലത്തെ കുറിച്ച് പറയണോ? ആ സ്ഥലം മാത്രമല്ല, അതിന്റെ പരിസര പ്രദേശങ്ങളും അതാ സ്വർഗത്തോട്ടമാണ്.
പരിസര സ്ഥലങ്ങളും അതേ സ്വർഗത്തോട്ടമാണ്. മബൈന ബൈതി വമിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അപ്പൊ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുന്ന സ്ഥലത്തോട് ചേർന്നുള്ള സ്ഥലങ്ങൾക്ക് വലിയ ബർക്കത്താണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സദസ്സിന് വലിയ ബർക്കത്താണ്. അവിടുന്ന് ഒരു സ്ഥലത്ത് ഇരുന്നാൽ, അവിടുന്ന് ഒരു സ്ഥലത്ത് നിന്നാൽ, അവിടുന്ന് ഒരു സ്ഥലത്ത് പോയാൽ ആ സ്ഥലത്തിന് വലിയ ബർക്കത്താണ്, വലിയ പുണ്യമാണ്, വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തായിരുന്നു പറഞ്ഞത്? 100% നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫോളോ ചെയ്ത് ജീവിക്കുന്നു, പിന്തുടർന്ന് ജീവിക്കുന്നു. ഒരു സുന്നത്തും അവഗണിക്കുന്നില്ല, ഒരു തെറ്റും ചെയ്യുന്നില്ല. അതെല്ലാം ഉണ്ടെങ്കിലും സ്നേഹമാണെങ്കിലോ സ്വന്തം ബാപ്പയെക്കാളും ഉമ്മയെക്കാളും മക്കളെക്കാളും സർവത്തിനേക്കാളും സ്നേഹം അല്ലാഹുവിന്റെ റസൂലിനോടുണ്ട്. പക്ഷേ അവിടുന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്റെ ശരീരം കഴിച്ചിട്ടാണ് സ്നേഹം എന്നങ്ങ് പറഞ്ഞപ്പോൾ ശരിയായിട്ടില്ല ഉമറേ. അള്ളാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്തങ്ങ് പറഞ്ഞു, നിന്റെ നഫ്സിനേക്കാൾ, നിന്റെ ശരീരത്തെക്കാൾ എന്നെ സ്നേഹിച്ചാലേ പറ്റൂ. ഇത് പറയുമ്പോൾ കുറഞ്ഞ സമയം ആത്മീയമായൊരു ബന്ധമുള്ള സദസ്സിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്തുള്ള സദസ്സിൽ ഒരു കുറഞ്ഞ സമയം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ സംസാരത്തിനിടയിൽ അവിടെ താമസിച്ചല്ലോ, ഹാജരായല്ലോ. തീപ്പെട്ടിയും കൊള്ളിയും, തീപ്പെട്ടിയുടെ മേലെ അതാ അതിന്റെ സൈഡിൽ അല്പം മരുന്നുണ്ട്, ഇപ്പുറത്ത് കൊള്ളിയുടെ ഒരു മൂലയിലും മരുന്നുണ്ട്. ആ മരുന്നുള്ള കൊള്ളി അപ്പുറത്തതാ തീപ്പെട്ടിയുടെ മരുന്നുമായൊന്നുരസിയാൽ അപ്പോൾ അവിടെ കത്തുകയാണ്. ഇനി എന്നാൽ നല്ല ശക്തിയുള്ള ലൈനിങ്ങനെ പോകുന്നു, ഇലക്ട്രിക് ലൈന്. ആ ലൈനിന്റെ ചുവടെ അതേ ലൈനുമായി സ്പർശിക്കണമെന്നില്ല. ആ ലൈനിന്റെ കുറച്ച് ചുവടെ കൂടി ഒരു ഇരുമ്പിന്റെ കമ്പിയും എടുത്തൊരാള് പോകുമ്പോ അല്പം കൂടുതലങ്ങ് അടുത്തുപോയാൽ കരണ്ട് പ്രവഹിക്കുകയാണ്. ഈ മനുഷ്യൻ അവിടെ തന്നെ ചിലപ്പോൾ കരണ്ട് കൊണ്ട് മരണപ്പെട്ടു പോവുകയാണ്. ഈ സുഹൃത്തുക്കളെ, കമ്പിയും തമ്മിൽ തൊട്ടിട്ടില്ല, തൊടണമെന്നില്ല, അതേ അടുത്താൽ മതി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അതേ ഈമാൻ വന്നിട്ടുണ്ട്, മുസ്ലിമായിട്ടുണ്ട്. പക്ഷേ അതിന്റെ ശക്തി അതിങ്ങനെ കയറി വരികയാണ്. അതിനിടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടിത് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് നബി തങ്ങൾ അതൊന്ന് തിരുത്തുന്ന സമയത്ത് ആ സദസ്സിലങ്ങ് അല്പസമയം പങ്കെടുത്തപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അവസ്ഥക്ക് മാറ്റം വന്നു. ഖൽബിൽ നേരത്തെ സ്വന്തം ശരീരത്തോടായിരുന്നു കൂടുതൽ സ്നേഹം തോന്നിയതെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സങ്ങ് മാറി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇപ്പോഴതാ പറയുന്നു, ഫഇന്നകൽ ആന വല്ലാഹി അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. അങ്ങയുടെ സദസ്സിൽ ഒരൽപ്പം താമസിച്ചപ്പോ ഈമാനങ്ങ് വർദ്ധിച്ചല്ലോ, വോൾട്ടേജ് കൂടിയല്ലോ. അതുകൊണ്ട് പറഞ്ഞു, ഓ നബിയേ, സത്യമാ പറയുന്നത്, അള്ളാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്ത് ഞാൻ പറയുന്നു, ഫൈന്നക നിശ്ചയമായും തങ്ങൾ തങ്ങളെ സദസ്സിൽ ഞാൻ വരുമ്പോഴുള്ളത് പോലെ അല്ല നബിയെ. ഇപ്പോൾ എന്റെ അവസ്ഥ വല്ലാഹി, അല്ലാഹനെ തന്നെ സത്യം, അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എന്റെ ശരീരത്തെക്കാൾ എനിക്ക് പ്രിയപ്പെട്ടവര് തങ്ങളാണ് നബിയേ. എന്റെ ഈമാൻ
ഈമാനിന്റെ ശക്തി വർദ്ധിച്ചു കഴിഞ്ഞു. എനിക്ക് ഓ നബിയെ എന്റെ മനസ്സിൽ വല്ലാഹി സത്യം ഏറ്റവും ഇഷ്ടം അങ്ങയോടാണ്, എന്റെ ശരീരത്തെക്കാളും ഇഷ്ടം തങ്ങളോടാണ് നബിയേ. മനസ്സിലുള്ളത് സദസ്സിലുള്ളവരുടേതും സദസ്സിലില്ലാത്തവരുടേതും നോക്കി പറയാൻ കഴിയുന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ കേട്ടിട്ടില്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എനിക്ക് എന്റെ കൂട്ടുകാരായ കുറെ ആളുകളുണ്ട് എന്റെ വീട്ടിന്റെ പരിസരം. അവർക്ക് വേണ്ടി ഞാൻ ഇമാമത്ത് നിന്ന് നിസ്കരിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് നല്ല മഴയും വെള്ളമൊലിപ്പും ഒക്കെ ആകുമ്പോ അവരെടുത്ത് പോയി നിസ്കരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ വീട്ടിൽ വന്നിട്ട് ഒരു സ്ഥലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഒന്ന് വന്ന് 2 റക്അത്ത് നിസ്കരിച്ച് എന്റെ ആ റൂം എനിക്ക് നിസ്കരിക്കാൻ തങ്ങളൊന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. കഅബ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന ഉടനെ തന്നെ എവിടെയാ ഞാൻ നിസ്കരിക്കേണ്ടത് എന്ന് റൂം കാണിച്ചു കൊടുക്കാം. അപ്പൊ കഅബ് റളിയല്ലാഹു അൻഹു റൂം കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ നിസ്കാരം കഴിച്ചു. അതിലൂടെ അവിടുന്ന് പഠിപ്പിക്കുന്നത് ഒരു ഉദ്ദേശത്തെ മുന്തിക്കണം. പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശത്തിന് വേണ്ടി വന്നാൽ അത് ആദ്യം കഴിയണം, എന്നിട്ട് ബാക്കി. അങ്ങനെയാണ് നമ്മളൊക്കെ അങ്ങനല്ലേ. സാധാരണ നിലക്ക് പ്രത്യേക തിരക്കൊന്നുമില്ലെങ്കിൽ മൗലൂദ് ഓതിയിട്ടാണ് ഭക്ഷണം കഴിക്കാൻ, അല്ലേ? നിക്കാഹ് നടന്നിട്ടാണ് ഭക്ഷണം കഴിക്കാൻ, അല്ലേ? ഉദ്ദേശം മുന്തിക്കാൻ ഭക്ഷണം കഴിക്കൽ പിന്നെ അങ്ങനെയല്ലേ എന്റെ സാധാരണ സ്വഭാവം. അപ്പൊ അങ്ങനെയാ വേണ്ടത്. ഈ ഒരു നിക്കാഹിന്റെ നിക്കാഹ് ആദ്യം നടത്തുക. നിക്കാഹിന്റെ മുമ്പ് ഒരു ചെറിയ ഖുത്ബ സുന്നത്തുണ്ട്. ഖുത്ബ ചുരുക്കലും പ്രത്യേകം കൽപ്പിക്കപ്പെട്ടതാണ്. അധികം നീട്ടാൻ പാടില്ല, ഖുത്ബ തന്നെ നീട്ടാൻ പാടില്ല. പിന്നെ ഇപ്പൊ ഉണ്ട് ഒരു പുതിയ പരിപാടി, സുബ്ഹാനല്ലാഹ്. നിക്കാഹിന് വന്ന ആൾക്കാരൊക്കെ വളരെ തിരക്കിട്ട് കൊണ്ടവരുണ്ടാവും. എല്ലാരെയും കുടുക്കിയിട്ട് നീണ്ട ഒരു പ്രസംഗം, എല്ലാരെയും നന്നാക്കല് ചോറ് ബെടക്കാല് ബാറ് അങ്ങനെ ഉണ്ടല്ലോ. നന്നാക്കല് ചോറ് കല്യാണപ്പുരയും കൂടി നന്നായി കളയാന്നുള്ള നിലക്ക് നീണ്ട പ്രസംഗം നടത്തി കല്യാണത്തിന് വന്ന മുഴുവൻ ആളുകളെയും മുഷ്പിക്കുന്ന ഒരു ഏർപ്പാട് ഇപ്പൊ തുടങ്ങിയതാ. പഴയ കാലത്തൊന്നും നമ്മൾ ആരും കേട്ടിട്ടില്ല അങ്ങനെ ഒരു പ്രസംഗം. അപ്പോ നിക്കാഹിന്റെ ഖുതുബ തന്നെ നിങ്ങൾക്ക് ഫത്ഹുൽ ബാരി പോലുള്ള കിതാബുകളിൽ കാണാം, വളരെ ചുരുക്കി നിർവഹിക്കേണ്ടതാണ് എന്ന് കാണാം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശത്തെ മുന്തിച്ചു. അതുപോലത്തെ വേറൊരു പരിപാടിയാണ് ഇവ പുതിയത് തുടങ്ങിയത്. ജുമഅസ്കരിക്കുന്നതിന് മുമ്പ് ഒരു പ്രസംഗം, ഖുതുബക്ക് മുമ്പ് വേറൊരു പ്രസംഗം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലും ഹദീസിലുമൊക്കെ ഖുതുബയെ സംബന്ധിച്ച് ദിക്ർ എന്ന് പരിചയപ്പെടുത്തി. എന്ന് മാത്രമല്ല, അത് മലക്കുകൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഖുതുബ നിസ്കാരത്തിന്റെ ഒരു ഭാഗം ആയി തന്നെ എണ്ണപ്പെട്ടു. അങ്ങനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യമാണ് ഖുതുബയും നിസ്കാരവും. അതിന്റെ മുമ്പ് വേറൊരു പ്രസംഗം, ഉദ്ദേശത്തിനപ്പുറം വേറൊരു പരിപാടി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തത്, സ്വഹാബത്ത് ചെയ്യാത്തത്, മുൻഗാമികൾ ആരും ചെയ്യാത്തത്, നമ്മളെ കേരളത്തിൽ നമ്മൾ കണ്ട ബഹുമാനപ്പെട്ട മർഹൂം കണ്ണിയത്ത് ഉസ്താദ്, ഇ കെ ഉസ്താദ് തുടങ്ങിയ എല്ലാ അലിമീങ്ങളും വെറുത്തൊരു കാര്യം. ചിലർക്ക് എന്തെങ്കിലും ഒന്ന് ഫസാദാക്കാൻ ഉണ്ടാക്കിയേ പറ്റൂ നിർബന്ധം. അല്ലാഹു തആല എല്ലാവരും നന്നാക്കട്ടെ സഹോദരന്മാരെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഉദ്ദേശത്തെ മുന്തിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ വന്ന് എവിടുന്നാ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. ബുഖാരിയിലുള്ള ഹദീസാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ റൂം കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിസ്കരിച്ചു കേൾക്കുമ്പോഴേക്ക് അതാ തൊട്ടടുത്ത വീടുകളിൽ നിന്നൊക്കെ ആളുകൾ വന്ന് പൊതിയില്ലേ. അങ്ങനല്ലേ സ്നേഹിക്കപ്പെടുന്ന ഒരു നേതാവ് വന്നാൽ കേട്ടറിഞ്ഞ ആളുകളൊക്കെ ഓടി വരൂലേ. അപ്പൊ എല്ലാരും വന്ന് ഇങ്ങനെ ആളുകൾ നിറഞ്ഞു. അപ്പൊ
അപ്പൊ ഒരാൾ ചോദിച്ചു, അയിന മാലിക് ഇബ്നു ദുഹ്സുൻ, മാലിക് ഇബ്നു ദുഹ്സുൻ എന്നൊരാളുണ്ടല്ലോ, അയാൾ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ ഒരാൾ പറഞ്ഞു, ലാഹിബുല്ലാഹ വ റസൂലഹു, അയാളെ കാണൂല, അയാൾ അല്ലാഹുവിനെ റസൂലിനെ ഇഷ്ടപ്പെടാത്ത സ്നേഹിക്കാത്ത ആളാണ്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം കപടവിശ്വാസിയാണ്, അല്ലാഹുവിനെ റസൂലിനെ സ്നേഹിക്കാത്ത ആളാണ് എന്നങ്ങ് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ അദ്ദേഹം ഇല്ല, അവിടെ അയാൾ വന്നിട്ടുമില്ല. നബി തങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ എല്ലാരും ഓടി വരുമ്പോ അയാളും വരൂലേ എന്ന നിലക്കാണ് പറഞ്ഞ വ്യക്തി പറഞ്ഞത്. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറയാൻ പാടില്ല, അദ്ദേഹം അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നില്ലെന്ന് പറയാൻ പാടില്ല. അദ്ദേഹം മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിച്ചിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് മൂഖിനം ബിഹി ഉറപ്പിച്ച് പറയുന്ന ആളാണ്. മനസ്സിന്റെ ഉള്ളിൽ ഉറച്ച നിലക്ക് പ്രഖ്യാപിക്കുന്ന ആളാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കും പോലെ അദ്ദേഹം കാപട്യമുള്ള വ്യക്തിയല്ല. അപ്പൊ പറഞ്ഞാള് പറഞ്ഞു, നബി അദ്ദേഹം പലപ്പോഴും മറ്റേ കമ്പനീന്റെ കൂടെയാണ് ഉണ്ടാകല്, ഈ മുനാഫിക്കുകളെ കൂടെയാണ് പലപ്പോഴും അയാൾ ഉണ്ടാകുക, അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, ഉള്ള വസ്തുത ഞങ്ങൾക്ക് അറിയില്ലല്ലോ, അത് അല്ലാഹുവിനും റസൂലും തന്നെ അറിയുള്ളൂ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് ഞങ്ങൾക്കറിയില്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് തന്നെയാണ് അറിയാം. ഈ മാലിക് ഇബ്നു ദുഹ്സുൻ റളിയല്ലാഹു അൻഹു അപ്പൊ സദസ്സിലുണ്ടോ? ഇല്ല. വേറെ ഏതോ ഒരു സ്ഥലത്തുള്ള മാലിക് ഇബ്നു ദുഹ്സുൻ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് ഈ വീട്ടിലിരുന്നിട്ട് നോക്കി വായിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ എന്ന് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നോമന പുത്രനായി അവിടുത്തെ സന്താന പരമ്പരയിൽ ജനിച്ച് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 100% പിന്തുടർന്ന് ജീവിച്ചതിനാൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് വർദ്ധിപ്പിച്ചതിനാൽ, സൽക്കർമ്മം വർദ്ധിപ്പിച്ചതിനാൽ അല്ലാഹു കൊടുത്തൊരു സ്ഥാനമല്ലേ സുഹൃത്തുക്കളെ. അപ്പൊ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് തന്നെ അങ്ങനെ ഒരു സ്ഥാനം അല്ലാഹു കൊടുത്തുവെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം പറയണോ? അവിടുന്ന് പറഞ്ഞില്ലേ, ഇന്നീ ലാ യഖ്ഫാ അലയ്യ സലാത്തുകും വലാ ഖുശൂഉകും ഇന്നീ അറാക്കും മിൻ വറാഇ. നിങ്ങൾ എന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുമ്പോ നിങ്ങളെ നിസ്കാരത്തിൽ കാണിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും മാത്രമല്ല, നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള ഭക്തി പോലും എനിക്ക് അവ്യക്തമല്ല. സർവ വിഷയങ്ങളും ഞാൻ കാണുന്നുണ്ട്, നിങ്ങളെ മനസ്സിലുള്ളതും ഞാൻ കാണുന്നുണ്ട് എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാമല്ലോ. ഇനിയും സഹീഹുൽ ബുഖാരിയിൽ തന്നെയുള്ള ധാരാളം ഹദീസുകൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സ് വായിക്കാൻ കഴിയുമെന്നതിന് എത്രയോ ഡസൻ കണക്കിന് ഹദീസുകൾ ബുഖാരിയിൽ നിന്ന് തന്നെ പറയാനുണ്ട്. അങ്ങനെ പോയാൽ നമുക്ക് അമിൻ തദക്കുരി ഇന്നും അർത്ഥം തുടങ്ങാൻ കഴിയൂല. അതുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ സുഹൃത്തുക്കളെ, ആ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഓ നബിയെ, ഇപ്പോൾ എന്റെ മനസ്സിൽ എന്റെ സ്വന്തം ശരീരത്തെക്കാൾ അങ്ങയോട് കൂടുതൽ സ്നേഹമുണ്ട് എന്നങ്ങ് കള്ളം പറയാൻ പറ്റൂല ഉമർ ഇബ്നുൽ ഖത്താബിന്. സത്യം ചെയ്തുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞത്. അങ്ങനെ മനസ്സിലില്ലാത്ത ഒന്നുണ്ടാക്കി പറയുന്ന, കളവ് പറയുന്ന വ്യക്തിയല്ല ഉമർ ഇബ്നുൽ ഖത്താബ്. എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിനോട് കള്ളം പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ റസൂലിന് അറിയാൻ കഴിയുമെന്നതിൽ സംശയത്തിന് അവകാശമില്ല.
നിങ്ങൾ കണ്ടിട്ടില്ലേ, ജൂതന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു സൽക്കാരം കൊടുത്തു. ജൂതന്മാര് സൽക്കാരത്തിന് വിളിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. കാരണം അല്ലാഹുവിന്റെ റസൂൽ മദീനത്തെ ഭരണാധികാരിയാണ്. അവിടുന്ന് നീതി കാണിക്കും, എല്ലാ മതക്കാരോടും നീതി കാണിക്കും. ഭരണത്തിൽ വർഗീയത എന്ന് പറഞ്ഞ ഇസ്ലാമിലില്ല. അതുപോലെ തന്നെ വൈരാഗ്യവും വിദ്വേഷവും ഇല്ല, അസഹിഷ്ണുതയില്ല. അതാണല്ലോ ഇസ്ലാം. അപ്പൊ ആ ജൂതന്മാര് ഒരു സൽക്കാരത്തിന് ക്ഷണിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൽക്കാരത്തിന് പോയി. പക്ഷെ ജൂതന്മാരല്ലേ, അവരെ വിശ്വസിക്കാൻ പറ്റുമോ? അവര് കൊണ്ടുവന്ന് കൊടുത്ത ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തു, മാംസത്തിൽ വിഷം ചേർത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മാംസം എടുത്ത് വായിലിട്ടപ്പോ അവരോട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്നോട് സത്യം പറയോ? ഓ സത്യം പറയും. എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആ ചോദിച്ചോളൂ, സത്യം പറയും. എന്നാൽ ഇയാളെ ബാപ്പാരാണെന്ന് ചോദിച്ചു. ആദ്യം ഒരു ചോദ്യം, ഇയാളെ ബാപ്പാരാണ്. അവരെന്ത് ചെയ്തു എന്നറിയോ? ബാപ്പാന്റെ പേരൊന്ന് മാറ്റി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, അയാളെ ബാപ്പ അയാളല്ല, ഇന്നാളാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോ അവര് പറഞ്ഞു, ശരിയാണ്, ഞങ്ങൾ ആദ്യം അങ്ങനെ ഒരു കളവ് പറഞ്ഞാണ് എന്ന് പറഞ്ഞു. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇനി എന്നോട് നിങ്ങൾ സത്യം പറയോ? ഈ വിഷം പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? എന്നാ പിന്നെ ഞാൻ ചോദിക്കട്ടെ, എനിക്ക് തന്ന ഭക്ഷണത്തിൽ നിങ്ങൾ വിഷം ചേർത്തിട്ടില്ലേ? അപ്പൊ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയ സ്ത്രീ പറഞ്ഞു, അതേ വിഷം ചേർത്തിട്ടുണ്ട് എന്ന്. അതെന്തിനാ ചേർത്തതെന്ന് ചോദിച്ചു. അപ്പൊ എന്തെങ്കിലും ഒന്ന് ഒഴിയാൻ വേണ്ടി പറയണ്ടേ? അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അത് നിങ്ങൾ നബി അല്ലെങ്കിൽ ഇത് കഴിച്ചൊക്കെ ശരിയായി പോട്ടെ, നബി ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യുമല്ലോ. അപ്പോ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ വേണ്ടി, ചതിച്ചു കൊല്ലാൻ വേണ്ടി ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്ത പെണ്ണിനെ അവളെ ഞങ്ങളങ്ങ് കൊന്നുകളയട്ടെ എന്ന് ചോദിച്ചു. നബി തങ്ങൾ കൊല്ലണ്ട, റഹ്മത്തുൽ ലിൽ ആലമീൻ. വിഷം ചേർത്ത് കൊല്ലാൻ വേണ്ടി, ചതിച്ചു കൊല്ലാൻ വേണ്ടി ശ്രമിച്ച അക്രമിയായ ആ സ്ത്രീയെയും കൊല്ലണ്ട എന്ന് പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി. മുസ്ലിമിനോട് മാത്രമല്ല കാരുണ്യം, അനുകൂലിയോട് മാത്രമല്ല കാരുണ്യം, ഏറ്റവും വലിയ ശത്രുതയുള്ളവരോടും കാരുണ്യം കാണിച്ച റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതും സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ഈ ഹദീസിന്റെ ശറഹിൽ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. അവിടുത്തെ ശരീരത്തെ ആരെന്ത് ചെയ്താലും അതിന്റെ പേരിൽ അവിടുന്ന് നടപടി സ്വീകരിക്കൂല. ചതിച്ചു കൊല്ലാൻ വേണ്ടി വിഷം കൊടുത്ത പെണ്ണിനെ പോലും പകരം നടപടിയെടുത്തിട്ടില്ല മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞാൻ ഇത്ര വിശദീകരിക്കുന്നത്, ഈമാൻ വളരെ ചുരുങ്ങിയ കാലമാണ്, ഈമാൻ വളരെ കുറഞ്ഞ കാലമാണ്, ഏത് മഹാനെയും തെറ്റിദ്ധരിക്കുന്ന കാലമാണ്. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും മദീനത്തെ പള്ളിയിൽ കെട്ടുകഥ പ്രചരിപ്പിക്കാൻ വേണ്ടി അവസരം കൊടുത്തുവെന്ന് അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് പാടില്ല എന്ന് പറയുന്ന കക്ഷികൾ അവരുടെ പത്രമായ അൽമനാറിൽ എഴുതിവിട്ടില്ലേ സുഹൃത്തുക്കളെ? അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും അടക്കം തെറ്റിദ്ധരിക്കുന്ന ആളുകൾ മുസ്ലിമീങ്ങളെ പേരിൽ പുത്തൻവാദികൾ ജീവിക്കുന്ന കാലമായതിനാൽ ഞാനത് വ്യക്തമായി വിശദീകരിക്കേണ്ടി വന്നതാണ്. അല്ലെങ്കിൽ ഞാൻ അതും പറഞ്ഞ് ഹദീസും പറഞ്ഞങ്ങ് പോയാ മതി. പക്ഷേ അത് ഇന്നത്തെ കാലത്ത് പോരാ. അതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് പറയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്റെ മനസ്സിൽ ഇപ്പോൾ ഏറ്റവും സ്നേഹം തങ്ങളോടാണെന്ന് പറഞ്ഞ് കളവ് പറഞ്ഞതല്ല, സത്യം ചെയ്തുകൊണ്ട് കള്ളസത്യം ചെയ്തതല്ല. അത് മനസ്സിന്റെ ഉള്ളിലുള്ള സ്നേഹം തന്നെയാ പറഞ്ഞത്. ആ സ്നേഹം പെട്ടെന്നെങ്ങനെ വർദ്ധിച്ചു എന്നൊരു സംശയം വരാതിരിക്കാനാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അപ്പോൾ ഈമാനിന്റെ വോൾട്ടേജ് കൂടിയതാണെന്ന് ഞാൻ ആദ്യം വിശദീകരിച്ചത്. അങ്ങനെ ഈമാനിന്റെ വോൾട്ടേജ് അങ്ങ് വർദ്ധിച്ചപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് ഉള്ളതങ്ങ് തുറന്നു പറഞ്ഞു, വല്ലാഹി നബിയേ,
ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ സ്വന്തം ശരീരത്തെക്കാൾ അങ്ങയോടാണ് നബിയേ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാമല്ലോ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മനസ്സെങ്ങനെ, ഇപ്പോഴുള്ള അവസ്ഥ എങ്ങനെ, നേരത്തെയുള്ള അവസ്ഥ എങ്ങനെ അറിയാവുന്ന നബി തങ്ങളങ്ങ് പറഞ്ഞു, അൽ ആനയാ ഉമർ, അൽ ആനയാ ഉമർ, അൽ ആനയാ ഉമർ, ഇപ്പോൾ റെഡിയായി ഉമറേ, ഇപ്പോൾ ശരിയായി ഉമറേ. ഇനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് സത്യമാണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് വായിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അവിടുന്ന് ശരിവെച്ചുകൊണ്ടങ്ങ് പറഞ്ഞു, അൽ ആന യാ ഉമർ, ഇപ്പോൾ ഈമാൻ റെഡിയായി ഉമറേ. അപ്പൊ നിങ്ങൾ നോക്കൂ, ഞാൻ ഈ ഹദീസ് പറഞ്ഞത്, ചില ആളുകൾ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി നടന്നതുപോലെ നടക്കല് മാത്രമാണ് എന്ന് പറയും. അതവരെ വിവരക്കേടാണ് കേട്ടോ, അതവരെ വിവരക്കേടാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നതുപോലെ നടക്കുക എന്നത് മനസ്സിന്റെ ഉള്ളിൽ സ്നേഹമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫലമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വന്തം ശരീരത്തെക്കാളും ഉമ്മയെക്കാളും സന്താനങ്ങളെക്കാളും സ്നേഹമുണ്ടാകണം എന്ന് പറഞ്ഞത് മറ്റൊരു സംഗതിയാണ്. അതുകൊണ്ടാണല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അനുസരണക്കേടൊന്നും ഉണ്ടായിരുന്നില്ല. അതേ നബി തങ്ങളെ ഫോളോ ചെയ്യുന്നതിനൊരു കുറവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിന്റെ പൂർണ്ണതയിലെത്തിയത് എപ്പോഴാണ്? അവിടുന്ന് പറഞ്ഞു, ഇപ്പോൾ എന്റെ ശരീരത്തെക്കാൾ എന്റെ മനസ്സിൽ അങ്ങയോട് സ്നേഹം ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് അൽ ആന യാ ഉമർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറിൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഈ വിഷയം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, അതുപോലെ അൽ മുഫ്ഹിം എന്ന ഗ്രന്ഥത്തിന്റെ മുസന്നിഫിനെ പോലുള്ള ഒരുപാട് പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിച്ച് ഈ വിഷയം സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുകയാണ്. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല. ഇനി സുഹൃത്തുക്കളെ, ആ സ്നേഹം, സ്വന്തം ശരീരത്തെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുരാഗം വേണം, സ്നേഹം വേണം. ആ സ്നേഹത്തെ സംബന്ധിച്ച് മഹാനായ ഇമാം ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പല പണ്ഡിതന്മാരിലും ഉദ്ധരിച്ച് വളരെയേറെ വിശദീകരിച്ച് വീണ്ടും വീണ്ടും പറയുകയാണ്. ആ പറയുന്ന കൂട്ടത്തിൽ അവിടുന്ന് പറയുന്നു, എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബാപ്പയേക്കാൾ സ്നേഹിക്കണം, ഉമ്മയേക്കാൾ സ്നേഹിക്കണം, സ്വന്തം ശരീരത്തെക്കാൾ എന്തുകൊണ്ട് സ്നേഹിക്കണം? അവിടുന്ന് പറയാണ്, ഒരു മനുഷ്യന് ബുദ്ധിയുണ്ടെങ്കിൽ, ഒരു മനുഷ്യന് ചിന്തയുണ്ടെങ്കിൽ അവൻ ചിന്തിക്കും, ഏത് വിഷയങ്ങൾ ഇവിടെ ഉണ്ടോ അതെല്ലാം അല്ലാഹുവിങ്കിൽ നിന്നാണ്. എല്ലാം സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. എന്നാൽ ഓരോന്നിനും ഓരോ നിമിത്തം ഉണ്ടാവുമല്ലോ. നമുക്ക് ചിലപ്പോ ചില കിബിറുണ്ടാകലുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാല്, നമ്മളിപ്പോ ആരോഗ്യത്തോടെ ഇങ്ങനെ നടന്നു പോവാണ്. അത് അല്ലാഹു തആല നമുക്ക് അങ്ങനെ നടന്നു പോകാനുള്ള തൗഫീഖ് തന്നുകൊണ്ട് പോവാണ്. ഒരു ദിവസം കാല് തടഞ്ഞങ്ങ് വീണു. ഈ കാല് തടഞ്ഞുകൊണ്ടുള്ള വീഴല് അല്ലാഹു കതിറാക്കിയപ്പോ വീണു. സംഗതി കണ്ണ് മുഖത്തില്ലാഞ്ഞിട്ടൊന്നുമല്ല, കണ്ണൊക്കെ മുഖത്തുണ്ട്, നോക്കിയിട്ട് ഞാൻ നടന്നു. അപ്പൊ തന്നെ കാല് തടഞ്ഞു വീണത്. പടച്ചോന്റെ കതിറനുസരിച്ച് വീണു. തടുക്കാൻ കഴിയില്ല, അല്ലാഹു തീരുമാനിച്ച് നടക്കൂ, വീണു. പക്ഷെ അങ്ങനെ വീഴുമ്പോ നമ്മള് അറിയാതെ കയ്യങ്ങ് കുത്തിപ്പോയി. അപ്പൊ ആ കൈകുത്തി കൊണ്ട് നമ്മളെ നെറ്റിയും തലയൊന്നും പൊട്ടാതെ രക്ഷപ്പെട്ടു. നമ്മളെ കിബിറുകൊണ്ട് ചിലപ്പോ നമ്മൾ പറയും, വീഴുമ്പോ ഞാൻ കയ്യങ്ങ് കുത്തിക്കളഞ്ഞു എന്ന് പറയും. നല്ല കുത്തല, അവന്റെ പണ്ടെന്നെ വീകാണ്ടൊന്നുകൂടെ ഇവന് കൈ കുത്താൻ നിൽക്കണോ, ഇവൻ അതിനെ വീണ്ടാന്ന് തീരുമാനിച്ചപ്പോഴേ പിന്നെ വീഴുമ്പോ കൈ കുത്താൻ നിൽക്കണോ ഇവൻ. പക്ഷെ അതങ്ങ് കുത്തിപ്പോയി. അപ്പൊ കൈ കുത്തിയപ്പോൾ രക്ഷപ്പെട്ടപ്പോ കയ്യിനോട് നമുക്കൊരു സ്നേഹം.
കൈകൊണ്ടാണല്ലോ ഞാൻ രക്ഷപ്പെട്ടത്. സംഗതി അല്ലാഹു തആല എന്നെ രക്ഷപ്പെടുത്തിയതാണ്. അൽഹംദുലില്ലാ എന്നാ പറയണ്ടില്ല, കൈക്കല്ല തുയി പറയണ്ട. അല്ലാഹ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞ നിമിത്തങ്ങൾ, എല്ലാത്തിനും നിമിത്തമുണ്ട്. എത്ര ആളുകളുണ്ട് മക്കളില്ലാഞ്ഞിട്ട് ദ്വാരക്കാൻ പറയും. അതിന്റെ സന്താനത്തെ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. പക്ഷെ പിന്നെ മക്കളെന്തിനാ വാപ്പാനും ഉമ്മാനും ഒക്കെ ബഹുമാനിക്കുന്നത്? അള്ളാഹ് എന്നല്ലേ. അവർക്ക് എന്താ? അങ്ങനെയല്ല, വാപ്പയും ഉമ്മയും ഇല്ലെങ്കിൽ മക്കൾ ഉണ്ടാവില്ല. അപ്പൊ വാപ്പാനും ഉമ്മാനെയും ബഹുമാനിക്കണം. അവർ നിമിത്താണ്, അത് കാരണമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്നിട്ട്, ഓ നബിയെ, ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടമുള്ള പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചു. ഞാൻ 2 ദിവസം മുമ്പ് സഹീഹുൽ ബുഖാരി ഓതി കൊടുത്ത ഹദീസാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കലാണ്. രണ്ടാമത് സുമ്മായി, പിന്നേതാണ് നബി ബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്. പിന്നേതാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി അധ്വാനിച്ച് പ്രവർത്തിക്കലാണ്. അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടലാണ്. അപ്പോ ഒന്നാമത് പറഞ്ഞത് അല്ലാഹുമായുള്ള സംഭാഷണമായ നിസ്കാരം. അത് അല്ലാഹുവിന് ചെയ്യേണ്ട കടപ്പാടാണ്. അല്ലാഹുവിന് നമ്മൾ വീട്ടേണ്ട കടപ്പാടാണ്. അല്ലാഹു തആല സംഭാഷണത്തിന് വിളിച്ചിട്ട് ഒരു മനുഷ്യൻ പോകാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ അവനെ പോലെ അല്ലാഹുമായി അകന്നവൻ വേറെ ആരാ? അല്ലാഹ് സംസാരിക്കാൻ വിളിച്ചിട്ട്, സംഭാഷണം നടത്താൻ വിളിച്ചിട്ട് പോകാത്തത്, അവനെ പോലെ അല്ലാഹുമായി അകന്നവൻ വേറെ ആരാ? അതുകൊണ്ട് തന്നെ ഒന്നാമതായി പറഞ്ഞ നിസ്കാരം. രണ്ടാമതായി പറഞ്ഞ ബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്. കാരണം അല്ലാഹുവിങ്കൽ നിന്ന് ലഭിച്ച മുഴുവൻ അനുഗ്രഹങ്ങൾക്കും നിമിത്തമാണ്, നമ്മുടെ ജന്മത്തിന് തന്നെ നിമിത്തമാണ്, കാരണമാണ് മാതാപിതാക്കൾ. അപ്പൊ മാതാപിതാക്കൾ നമ്മുടെ വളർച്ചക്കും നമ്മുടെ ഉയർച്ചക്കും ഒക്കെ കാരണമാണ് മാതാപിതാക്കൾ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അവരെ മനസ്സിന് ക്ലേശമുണ്ടാകുന്ന ഒരു വിഷയവും നമ്മുടെ സംസാരത്തിലോ പ്രവർത്തനത്തിലോ ചിന്തയിലോ ചെറുപ്പക്കാരികളെ സംഭവിക്കരുത്. ചിലരുണ്ട്, എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ, എനിക്ക് പൈസ ഉണ്ടെങ്കിൽ, എനിക്കിഷ്ടമുള്ള പെണ്ണിനെ എനിക്ക് കെട്ടിക്കൂടെ, അല്ലെങ്കിൽ ഞാൻ താല്പര്യപ്പെടുന്ന ആളുടെ കൂടെ എനിക്ക് പോയിക്കൂടെ, അതിനാ ബാപ്പത്ര വാശി പിടിക്കുന്നത്, ഉമ്മ എന്തിനാ വാശി പിടിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ചില ചെറുപ്പക്കാരും ഉണ്ട്. അവര് തീരെ നന്ദിബോധമില്ലാത്തവരാണ്, ഒരല്പവും നന്ദിയില്ലാത്തവരാണ്. ലോകത്ത് വളരെ നിന്ദ്യമായ ഒരു ജീവിയായിട്ട് സാധാരണ ആളുകൾ കണക്കാക്കുന്ന ഒരു ജീവിയാണ് നായ. തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട ജീവിയാണ്. ആ നായക്ക് പോലും ഗുണം ചെയ്തു കൊടുത്തവരോട് നന്ദിയുണ്ട്. അതുകൊണ്ടാണ് അതിനെ കല്ലെടുത്ത് വേദനിപ്പിച്ചാലും വടിയെടുത്ത് അടിച്ചാലും ആ നായ, അതിന് ഭക്ഷണം കൊടുക്കുന്ന മുതലാളി കൈയിന്റെ വിരൽ കൊണ്ട് ചുട്ടിയൊന്ന് വിളിച്ചാൽ ഓടി വന്നിട്ട് വാലാക്കും. ആ നായയെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞേച്ചാൽ ആ നായ ഓടിപ്പോകും. യജമാനൻ, ഉടമസ്ഥൻ നന്നായി കിടന്നു ഉറങ്ങുമ്പോ നായ ഉറക്കമൊഴിച്ചിട്ട് ആ യജമാനന്റെ വീട്ടിന് കാവലെടുക്കും. അങ്ങനെയല്ലേ നായ? ആ നായയുടെ നന്ദി പോലും ഇല്ലാത്ത സ്വഭാവം സ്വന്തം മാതാപിതാക്കളോട് കാണിക്കുന്നത് വളരെ അപകടകരമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി നിസ്കാരം പറഞ്ഞു, രണ്ടാമതായി ബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ. അവരെ മനസ്സിന് ക്ലേശമുണ്ടാകുന്ന ഒരു സ്വഭാവമോ ഒരു പ്രവർത്തനമോ ഒരു ചിന്തയോ ഒന്നും സംഭവിക്കാൻ പാടില്ല. ഓ സുഹൃത്തുക്കളെ, ചിലരുണ്ട് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഉമ്മാന് വേണ്ട, ഉമ്മാന് അനുസരണമില്ല, ഉമ്മയുമായി താല്പര്യമില്ല, അങ്ങനെയായി പോകാൻ പാടില്ല. ഉമ്മ തന്നെ. അതിന്റെ പേരിൽ ഉമ്മാനെ സ്നേഹിച്ചിട്ട് ഭാര്യനെ പീഡിപ്പിക്കാനും പാടില്ല. അങ്ങനെ ചിലരുണ്ട്. വിവരമില്ലാത്ത ഉമ്മയായിരിക്കും ചിലപ്പോ. ആ വിവരമില്ലാത്ത ഉമ്മ ഈ ഭാര്യനെ ആക്രമിക്കാൻ വേണ്ടി ചിലപ്പം പറയും. 2 ദിവസം മുമ്പ് ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോ എന്നോട് ഒരാൾ പറഞ്ഞു, ഉമ്മയും ബാപ്പയും ഒക്കെ പറയുന്നു പെങ്ങളെ കല്യാണം നടത്തണം, അതിന് എന്ത് വേണോ, അതിന് ഭാര്യന്റെ പൊന്ന് വാങ്ങിയിട്ട് പെങ്ങൾക്ക് കൊടുക്കണം. അപ്പൊ അത് ചെയ്യാത്തത് കൊണ്ട് ഇപ്പോ എന്റെ ഭാര്യയെ എന്റെ വീട്ടിൽ കയറാൻ ഉമ്മയും ബാപ്പയും സമ്മതിക്കുന്നില്ല, പൊന്നൊടുക്കാത്തതുകൊണ്ട്. ഞാൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അക്രമത്തിനുള്ളിൽ ഒരു കണക്ക്. ആ പെൺകുട്ടിയുടെ ബാപ്പയും ഉമ്മയും കൊടുത്ത പൊന്ന് ഇവന്റെ പെങ്ങളെ എനിക്ക് അതിന് വേണ്ടിയിട്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ? അടുത്ത അക്രമമല്ലേ അത്? അത് ബാപ്പ പറഞ്ഞാലും അക്രമം ചെയ്തുകൂടാ, ഉമ്മ പറഞ്ഞാലും അക്രമം ചെയ്തുകൂടാ. നിരപരാധിയായ ഒരു പെൺകുട്ടിയെ വെറുതെ പീഡിപ്പിക്കാൻ പറ്റില്ല, ആക്രമിക്കാൻ പറ്റില്ല. അവിടെ ബാപ്പയും ഉമ്മയും പറഞ്ഞത് അള്ളാഹു വരുത്തപ്പെടാത്തതാകുമ്പോ അള്ളാഹുവിനേക്കാൾ സ്നേഹം ബാപ്പാനോട് പറ്റൂല, ഉമ്മാനോട് പറ്റൂല, ഒരു നേതാവിനോടും പറ്റൂല, അനുയായിയോടും പറ്റൂല, ഒരു ഉസ്താദിനോടും പറ്റൂല, ശിഷ്യനോടും പറ്റൂല, ഭാര്യയോടും പറ്റൂല, ഭർത്താവിനോടും പറ്റൂല. ഭർത്താവ് നിസ്കരിക്കേണ്ടതാണ്, നിസ്കരിക്കാതിരിക്കാൻ പറ്റൂല.
ഭർത്താവ് കള്ളുടിക്കണമെന്ന് പറഞ്ഞാൽ കള്ളുടിക്കാൻ പറ്റൂല. ഭർത്താവ് തലമറക്കാതെ അങ്ങാടിയിൽ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ പറ്റൂല. ഭർത്താവ് അതാ നീ ഒരു തുറന്ന ജീപ്പിൽ കയറിയിട്ട് ഇങ്ങനെ ആളുകൾ കാണിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഭാര്യക്കത് അംഗീകരിക്കാൻ പറ്റൂല. അള്ളാഹുവിനേക്കാൾ ഒരു ഭർത്താവിനെയും സ്വീകരിക്കാൻ പറ്റൂല. അള്ളാഹുവിനെയാണ് ഒരു പരിശുദ്ധൻ ഈമാനുള്ളവൻ ഏറ്റവും സ്നേഹിക്കേണ്ടത്. ആ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതോട് കൂടി തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം. അതിലൊന്ന് മാത്രമുള്ളത് കൊണ്ട് ഫലം കിട്ടൂല. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അവിടുന്ന് പറഞ്ഞു സലാത്തും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. ഈമാനിന്റെ മധുരമെത്തിക്കാൻ 3 കാര്യം. അതിലൊന്നാണ് സുഹൃത്തുക്കളെ അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഏറ്റവും കൂടുതൽ സ്നേഹം അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമായിരിക്കണം. ഏറ്റവും സ്നേഹം അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമായിരിക്കണം. ഇത് പറയുമ്പോ അള്ളാഹുവിന്റെ കൂടെ തന്നെ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂട്ടിപ്പറഞ്ഞല്ലോ. അള്ളാഹുവിനോടും പിന്നെ റസൂലുള്ളാഹിനോടും എന്നല്ല പറഞ്ഞത്. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും അങ്ങേയറ്റത്തെ സ്നേഹം വേണമെന്നാ പറഞ്ഞത്. ഇതിനെപ്പറ്റി ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയാണ് أن التثنية الضمير هنا للإيماء إلى أن المعتبر هو المجموع المركب من المحبتين لا كل واحدة منهما فإنها وحدها لا غاية إذا لم ترتبط بالأخرى. فمن يدعي حب الله مثلا ولا يحب رسوله لا ينفعه ذلك. ഒരാൾ അല്ലാഹനെ പ്രിയം വെച്ചു റസൂലുള്ളാഹിനെ പ്രിയം വെക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ പ്രിയം വെച്ച് അല്ലാഹനെ പ്രിയം വെക്കുന്നില്ലെങ്കിൽ ആ സ്നേഹം കൊണ്ട് കാര്യമില്ല. ഒരേ അവസരം തന്നെ അല്ലാഹുവിനോട് സ്നേഹം വേണം, അതേ അവസരം തന്നെ അല്ലാഹുവിന്റെ റസൂലിനോടും സ്നേഹം വേണം. അങ്ങനെയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വയുസീറു ഇലൈഹി ഖൗലുഹു തആല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ വാക്ക് അതിലേക്ക് ചൂണ്ടിയത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരണേ എന്ന് പറയൂ നബിയേ. അല്ലാഹനെ സ്നേഹിക്കുന്നുണ്ടോ? എന്നെ സ്നേഹിക്കണം. എന്നെ സ്നേഹിക്കുമ്പോഴാണ് എന്നെ പിന്തുടരുക. അങ്ങനെ നിങ്ങൾ എന്നെ പിന്തുടരണം. അതുകൊണ്ട് തന്നെ ഞാൻ അല്ലാഹനോട് വലിയ സ്നേഹമുള്ള ആളാണ്, പക്ഷേ ഞാൻ 5 വഖ്ത് നിസ്കരിക്കൂല, ഞാൻ വലിയ ശൈഖാണ് എന്നൊരുത്തം പറഞ്ഞാൽ അവന്റെ സ്നേഹം അത് ഉപകാരപ്രദമായ സ്നേഹമല്ല. അല്ലാഹുവിന്റെ റസൂലിനെയും അതേ സമയത്ത് സ്നേഹിക്കുകയും നബിതങ്ങളെ പിന്തുടരുകയും ചെയ്യുന്ന നിലക്ക് മാത്രമേ സ്നേഹം പരിപൂർണമാകൂ. അതുകൊണ്ട് ഞാൻ വലിയ ശൈഖാണ്, എനിക്ക് 5 നേരം നിസ്കാരം വേണ്ട, എനിക്ക് പള്ളിയിൽ പോകല് വേണ്ട, എനിക്ക് ജുമാ വേണ്ട, എനിക്ക് റമദാനിൽ പച്ചാപ്പകല് വെള്ളം കുടിക്ക എന്നൊന്നും പറഞ്ഞാൽ അത് ശൈഖാണെന്ന് മനസ്സിലാക്കി ആരും പെട്ടുപോകരുതേ മുസ്ലിമീങ്ങളെ. അങ്ങനെ അത്തരക്കാരെ തുടരാൻ നിവൃത്തിയില്ല. കാരണം അള്ളാഹുവിനെ സ്നേഹിക്കാത്ത ഒരു ശൈഖുമില്ല, ഒരു മഹാനുമില്ല. അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലോ ഹബീബായ നബിതങ്ങളെയും അതേ സമയത്ത് സ്നേഹിക്കണം. ആ 2 സ്നേഹവും ഉണ്ടെങ്കിലോ ഫത്തബിഊനി. നബിതങ്ങളോട് പറയാൻ അല്ലാഹ് പറയുന്നു എന്നെ പിന്തുടരണേ. യുഹിബ്ബുകുമുല്ലാഹ്. അപ്പൊ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും. ഈ ആയത്ത് സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അപ്പൊ ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം, ആ സ്നേഹം അങ്ങേയറ്റത്തെ സ്നേഹം, സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹം അള്ളാഹുവിനോടും അവന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും വേണം. അതിനെ സംബന്ധിച്ച് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. എല്ലാം തരുന്ന രാജാവ്, അവനോട് അങ്ങേയറ്റത്തെ സ്നേഹം. എന്നാൽ ആ രാജാവിൽ നിന്ന്
നമുക്ക് ലഭിക്കുന്നതെന്തുണ്ടോ അതെല്ലാം ലഭിക്കാൻ അല്ലാഹു അതാ നിമിത്തമായി കാരണമായി വെച്ചിട്ടുള്ളൊരു നേതാവുണ്ട്. അതാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫലം തുംസിബിനാ നിഅമത്തുൻ വഹറത് ഔ ബഖനത് നിൽനാ ബിഹാ ഹദ്ദൻ ഫീ ദീനിൻ ഔ ദുനിയാ ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വമുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി സബബുഹാ. ദീനിലോ ദുനിയാവിലോ അതേ മനുഷ്യനോ മലക്കുകൾക്കോ ലോകത്തേത് സൃഷ്ടികൾക്ക് എന്ത് ഗുണങ്ങൾ കിട്ടുന്നുണ്ടോ കിട്ടിയിട്ടുണ്ടോ, ഏത് മുസീബത്ത് തടുത്തു പോകുന്നുണ്ടോ, എല്ലാ വിഷയത്തിലും നിമിത്തം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ മുഖേനയല്ലാതെ ഒരു നന്മയും വിതരണമില്ല. അത് തന്നെയാണ് അവിടുന്ന് പറഞ്ഞത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, ഇന്നമാ അന ഖാസിം, ഞാൻ വിതരണം ചെയ്യുന്ന ആള് മാത്രമാണ്. വല്ലാഹു യുതീ, ഉടമസ്ഥനല്ലേ കൊടുക്കാൻ കഴിയൂ. ആ ഉടമസ്ഥൻ അല്ലാഹുവല്ലേ. ആ അല്ലാഹു കൊടുക്കുന്ന രാജാവാണ്, ഞാൻ വിതരണം ചെയ്യുന്ന നേതാവാണ്. എല്ലാ നന്മകളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേനയാണ്. അതുകൊണ്ട് തന്നെ ചിന്തിക്കൂ മനുഷ്യ, നിന്റെ നന്മയെ കുറിച്ച് നീ ചിന്തിക്കൂ. നിനക്ക് ഇവിടെ എത്ര തന്നെ സമ്പത്തുണ്ടായിരുന്നാലും, എത്ര തന്നെ ആരോഗ്യം കൈവന്നാലും, എത്ര തന്നെ നേതാക്കളോ അനുയായികളോ ഉണ്ടായാലും, നിനക്കെന്ത് തന്നെ ഭരണം ലഭിച്ചാലും, നിനക്കെന്ത് തന്നെ സ്വാധീനം കിട്ടിയാലും, നിനക്ക് ഏത് അനുഗ്രഹങ്ങൾ എവിടെ എത്ര കിട്ടിയാലും, എത്ര നിന്നെ സ്നേഹിക്കുന്ന ബാപ്പയോ ഉമ്മയോ ഭാര്യയോ സന്താനമോ കുടുംബമോ സ്നേഹിതനോ ആര് നിനക്ക് ലഭിച്ചാലും, ഏത് ആരെ നിനക്ക് ലഭിച്ചാലും, എന്ത് നിനക്ക് കിട്ടിയാലും, ചോദിക്കട്ടെ, ആ കിട്ടിയതൊക്കെയും തന്നെ നിന്റെ ജീവിതത്തിൽ മരണം വരെ അല്ലാതെ നിനക്ക് ഉപകാരപ്രദമാകുമോ? നിന്റെ ബാപ്പയെ കൊണ്ട് നീ വളർന്നു, ആ വളർന്ന നീ പിന്നീട് മരിച്ചു പോകൂലേ? നിന്റെ ഉമ്മയെ കൊണ്ട് നീ ജനിച്ചു, ജനിച്ച നീ ഒരു ദിവസം യാത്ര ചെയ്യൂലേ? നിന്റെ ഭാര്യയെ കൊണ്ട് നീ സുഖിച്ചു, ആ സുഖം നിനക്കൊരൽപ്പം കഴിയുമ്പോ നിന്നു പോകൂലേ? നിന്റെ ഭർത്താവിനെ കൊണ്ട് നീ രസിച്ചു, ആ രസം നിനക്ക് നഷ്ടപ്പെടൂലേ? നിന്റെ സമ്പത്ത് കൊണ്ട് നീ ഇവിടെ സന്തോഷിച്ചു, ആ സന്തോഷം മുറിഞ്ഞു പോകൂലേ? നിന്റെ വീട് കൊണ്ട് നീ അത് അഭിമാനിച്ചു, ആ വീട്ടിൽ നിന്ന് നീ ഇറങ്ങിപ്പോകൂലേ? നിനക്കൊരു നല്ല വാഹനം ലഭിച്ചു, ആ വാഹനം വിട്ട് നീ ഒരു ദിവസം മയ്യത്ത് കട്ടിലിൽ കയറൂലേ? നീ നിന്റെ വീടും വിട്ട് ഖബറിൽ പോയി കിടക്കൂലേ? നിനക്കിവിടെ കിട്ടിയ അനുഗ്രഹങ്ങൾ, കിട്ടുന്ന അനുഗ്രഹങ്ങൾ, ചോദിക്കട്ടെ, നേതാക്കന്മാർ എത്ര കഴിഞ്ഞു പോയി? ആ നേതാക്കന്മാർക്ക് ഇപ്പോൾ അനുയായികൾ സിന്ദാബാദ് വിളിക്കാനുണ്ടോ? തക്ബീർ ചൊല്ലാനുണ്ടോ? അതുകൊണ്ട് തന്നെ നേതാവാകണമെന്ന ചിന്തക്കർത്ഥമുണ്ടോ? അല്ല, അനുയായികൾക്ക് നേതാക്കളെ ഇപ്പോൾ കാണാനുണ്ടോ? നേരത്തെ ബഹുമാനിച്ചാദരിച്ച നേതാക്കളെ ഇപ്പോൾ കിട്ടാനുണ്ടോ? ചോദിക്കട്ടെ, രാജാക്കന്മാര് പലരും കഴിഞ്ഞു പോയില്ലേ? ആ രാജാക്കന്മാർ ഇന്നും അവരുടെ അധികാര കസേരയിൽ ഇരിക്കുന്നുണ്ടോ? ചോദിക്കട്ടെ, പ്രജകൾ ഇന്നും അവരനുസരണത്തോടെ നടക്കുന്നുണ്ടോ? ഇല്ല, ഇല്ല. മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്. നിങ്ങൾക്കിവിടെ കിട്ടുന്നതും കിട്ടിയതും കിട്ടാനുള്ളതുമൊക്കെ കഴിഞ്ഞു പോകുന്നതല്ലേ, തീർന്നു പോകുന്നതല്ലേ? നിലനിൽക്കുന്നത് അല്ലാഹുവിന്റെ അടുക്കലുള്ളതല്ലേ? അവിടെയില്ലേ ഒരു ലോകം, അവിടെയില്ലേ ഒരു സന്തോഷം, അവിടെയില്ലേ ഒരു സ്വർഗം? ആ സ്വർഗത്തിൽ ടെൻഷനില്ല, ജലദോഷമടക്കം ഒരു രോഗവുമില്ല, ഒരു ടെസ്റ്റിനും പോകേണ്ടതില്ല. ആ ലോകത്തതാ തലവേദനയില്ല, ഉരവേദനയില്ല, ഡിസ്ക് വേദനയില്ല, അതേ വാതരോഗമില്ല, പിത്തരോഗമില്ല, മഞ്ഞപ്പിത്തമില്ല. അവിടെ അതാ കൊരക്കലില്ല, കൂർക്കം വലിക്കലില്ല. അവിടെ അതാ മെൻസസ് ഉള്ള ഭാര്യമാരല്ല, കവിള് ഒട്ടിപ്പോകുന്ന നരച്ചു പോകുന്ന ഭർത്താക്കന്മാരല്ല. അവിടെ സന്തോഷമല്ലാതെ ഒന്നുമില്ല. അങ്ങനെയുള്ളൊരു ലോകത്തേക്ക് നിങ്ങളെ അതെത്ര കൊല്ലം, 60 കൊല്ലമല്ല, 600 വർഷമല്ല,
വർഷമല്ല, 6000 വർഷമല്ല, 60,000 60,000 കോടിയോ വർഷമല്ല. തീരാത്ത കാലം, അവസാനിക്കാത്ത ലോകം, ഒരിക്കലും തീരാത്ത സന്തോഷം. ആ സന്തോഷത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോയ വ്യക്തി ആരാണ്? നിങ്ങളെ കൊണ്ടുപോകുന്ന വ്യക്തി ആരാണ്? ചോദിക്കട്ടെ. അവിടുത്തേക്ക് സന്മാർഗത്തിന്റെ വെളിച്ചം ലഭിച്ചു. 40 വർഷത്തോളം അവിടുന്ന് ജീവിച്ചു. ആ 40 വർഷത്തിൽ ഒരിക്കലും മദ്യപിച്ചിട്ടില്ല, മദ്യപാനത്തിന്റെ അടുത്തോട്ട് പോയിട്ടില്ല. പലരും വിഗ്രഹാരാധന നടത്തുന്നുണ്ട്. അവിടുന്ന് ഒരു വിഗ്രഹാരാധനക്ക് പോയിട്ട് ഒരു വിഗ്രഹത്തെയും ബഹുമാനിക്കാൻ തന്നെ പോയിട്ടില്ല. ആ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി ജീവിതത്തിൽ ഒരു കള്ളം 40 കൊല്ലത്തോളം പറഞ്ഞിട്ടില്ല, പറയുമെന്ന് തോന്നിയിട്ടില്ല, വാക്ക് ലംഘിച്ചിട്ടില്ല, വഞ്ചന നടത്തിയിട്ടില്ല. ആരെയും നാവ് കൊണ്ടോ ശരീരം കൊണ്ടോ അവയവം കൊണ്ടോ കണ്ണുകൊണ്ടോ ഒന്നുകൊണ്ടും പരിഹസിച്ചിട്ടില്ല. ആരെയും തെറി പറഞ്ഞിട്ടില്ല, ചീത്ത വിളിച്ചിട്ടില്ല, നിസ്സാരപ്പെടുത്തിയിട്ടില്ല. ഏറ്റവും ഉന്നതമായ ജീവിതം 40 വർഷം ജീവിച്ചതിന് ശേഷം സന്മാർഗത്തിലേക്ക്, സൽപന്താവിലേക്ക്, സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴിയിലേക്ക്, അള്ളാഹുവിലേക്ക് മനസ്സിരിക്കാനുള്ള ആശയത്തിലേക്ക് ജനങ്ങളെ വിളിക്കാൻ ഓർഡർ വന്നപ്പോൾ അവിടുത്തെ അധ്വാനം എത്രയാ ചെറുപ്പക്കാരാ! എന്നെയും നിങ്ങളെയും ഇസ്ലാമിലേക്ക് എത്തിക്കാൻ വേണ്ടി, നമ്മുടെ ഉമ്മബാപ്പമാർക്ക് ഈമാൻ കൊടുക്കാൻ വേണ്ടി, ലോകത്തിന് മുഴുവനും ഈമാൻ എത്തിക്കാൻ വേണ്ടി അവിടുത്തെ മുൻപല്ല് പൊട്ടിത്തെറിച്ചില്ലേ? അവിടുത്തെ തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചില്ലേ? അവിടുത്തെ കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചില്ലേ? അവിടുന്ന് എത്ര ക്ലേശം അനുഭവിച്ചു! നാടും വീടും കുടുംബവും വിട്ടു പോകേണ്ടി വന്നില്ലേ? അങ്ങനെ എല്ലാ ത്യാഗങ്ങളും സഹിച്ചത് എന്തിനാണ്? അവിടുത്തേക്ക് സന്മാർഗം ലഭിക്കാനാണോ? അത് ലഭിച്ചു കഴിഞ്ഞതല്ലേ? ആ സന്മാർഗത്തിന് ജീവിച്ചതല്ലേ? അവിടുന്ന് നടത്തിയ എല്ലാ അധ്വാനങ്ങളും, എല്ലാ പ്രയാസങ്ങളും, ത്യാഗങ്ങളും എന്നെയും നിന്നെയും രക്ഷിക്കാനല്ലേ? നരകത്തിൽ പോയി വീണ് കാലകാലം ജഹന്നമിൽ പോയി വീണിട്ട് ആ ജഹന്നമിൽ നിന്ന് നരകിക്കുന്നതിന് പകരം സർവ സന്തോഷത്തിന്റെയും സോപാനത്തിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകാൻ അധ്വാനിച്ച ആ നേതാവിനെ ഖൽബ് കൊണ്ട് എത്ര സ്നേഹിക്കണം സുഹൃത്തേ! സ്വന്തം ശരീരത്തെക്കാളും, സ്വന്തം കുടുംബത്തെക്കാളും, സ്വന്തം ഭാര്യയെക്കാളും, മക്കളെക്കാളും, സ്വന്തം ശരീരത്തെക്കാളും. നമ്മളെ സ്വന്തം ശരീരം നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഐച്ഛികമായ പ്രവർത്തനത്തിലേക്കല്ലേ ക്ഷണിക്കുന്നത്? തെറ്റായ വിഷയത്തിലേക്കല്ലേ വിളിക്കുന്നത്? സുബഹിക്ക് കിടന്നുറങ്ങാനല്ലേ പ്രചോദനം നൽകുന്നത്? ഈ ശരീരത്തെയാണോ സ്നേഹിക്കേണ്ടത്? അല്ല, അല്ല. നമുക്ക് കാലകാലത്തേക്കുള്ള വിജയം നേടിത്തരാൻ വേണ്ടി സർവ്വ അധ്വാനവും അധ്വാനിച്ചിട്ട് ഒരു നയാക്കാശ് പ്രതിഫലം വാങ്ങാതെ, ഒരു നയാക്കാശ് ചോദിക്കാതെ, ആരിൽ നിന്നും ഒന്നും കൈവറ്റണമെന്ന് ഉദ്ദേശിക്കാതെ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി മാത്രം എല്ലാം ത്യജിച്ച ആ നേതാവിനെയല്ലേ ഏറ്റവും കൂടുതൽ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിക്കാൻ അർഹതപ്പെട്ടത്? അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ട നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഏറ്റവും അനുരാഗം വേണ്ട നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം എഴുന്നേറ്റുന്ന് ചൊല്ലണം. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം അമിൻ തദക്കുരി ജിറാനിം ബിബി സലമി മസജ്തദം അൻജറാ മിൻ മുഖലത്തിൻ ബിദമി. മൗലായ സല്ലി വസല്ലിം ദായിമൻ
من أبدا على حبيبك خير الخلق كلهم. ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ട നേതാവ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ സുഹൃത്തുക്കളെ, പുറത്ത് നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് വന്നാൽ ചെറിയ സ്ഥലം ഈ സൈഡിൽ വലത് ഭാഗത്ത് കസേര ഇട്ട് തരാം, അവിടെ കസേര ഇടാനുണ്ട് എന്നറിയിക്കുന്നു. ബുദ്ധിമുട്ടി ആരും നിൽക്കേണ്ടതില്ല. സഹോദരന്മാരെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നമ്മുടെ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിക്കപ്പെടേണ്ട നേതാവ്. പക്ഷേ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ ഒരു വിശദീകരണം പറഞ്ഞു. ഇതുകൂടി നമ്മൾ സ്നേഹത്തിന്റെ വിഷയത്തിൽ മനസ്സിലാക്കണം. എന്റെ ഈ പ്രസംഗം വെറും വടകരയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രസംഗം അല്ല. ഞാൻ അബൂദാബിയിൽ നിൽക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ കണ്ണൂർ കടാങ്കോട് മുസ്തഫ ദാരിമി അവറുകൾ, അദ്ദേഹം എന്നോട് ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ ബുർദ ബൈത്ത് ആദ്യം മുതൽ അവസാനം വരെ ഒരു വയല് പറയുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരിക്കൽ ഊന്നി പറഞ്ഞു. പിന്നീട് പലപ്പോഴും എന്നോട് ആവർത്തിച്ചു പറഞ്ഞു. അദ്ദേഹം ഇന്ന് ഉച്ചക്ക് എന്നെ ടെലിഫോൺ ചെയ്തിരുന്നു. സിറാജുൽ ഹുദയിലേക്ക് അദ്ദേഹം പറഞ്ഞിട്ട് ഒരു പ്രധാനപ്പെട്ട വിഷയത്തിന് ഒരാളോട് നേർച്ച ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 1500 ദിർഹം സിറാജുൽ ഹുദയിലേക്ക് നേർച്ച ചെയ്തു. അദ്ദേഹത്തിന്റെ കാര്യം ശരിയായി എന്ന സന്തോഷ വാർത്ത പറയാൻ ഇന്ന് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അല്ലാഹു തആല സിറാജുൽ ഹുദക്ക് തന്ന എല്ലാ ബർക്കത്തും അല്ലാഹു ഇനിയും കൂടുതൽ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഞാൻ ആ സമയത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇക്കൊല്ലം ബുർദ തുടങ്ങിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എപ്പാ തുടങ്ങുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നലെ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഞാൻ അദ്ദേഹം പറഞ്ഞു, നന്നായിട്ട് സീഡ് പിടിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഈ പ്രസംഗം വടകരക്ക് മാത്രമുള്ള ഒരു പ്രസംഗമല്ല, മറിച്ച് കേരളത്തിലും പുറത്തുമുള്ള ലക്ഷക്കണക്കായ മലയാളികൾക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള സ്നേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹും ബുർദ ബൈത്തും ഒക്കെ പരിചയപ്പെടുത്താനുള്ള പ്രസംഗമാണ്. അതുകൊണ്ട് പലപ്പോഴും പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നവർക്ക് ബുർദ ബൈത്ത് ഇപ്പോ ഇന്നും തുടങ്ങുന്ന മട്ടല്ല, ഇന്നും തുടങ്ങുന്ന മട്ടല്ല. ഇന്നലെ ബുർദന്റെ ബഹുമാനമൊക്കെ പറഞ്ഞു, നേരം കഴിഞ്ഞു, ഇന്നും തുടങ്ങുന്ന മട്ടല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നലെ അമുഖമായി തന്നെ പറഞ്ഞത്, ബുർദ ബൈത്ത് അങ്ങനെ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാം, ഈ എന്ന് തെറ്റിദ്ധരിക്കേണ്ടെന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞത്. അതുകൊണ്ടാണ് ആദ്യം ബുർദയുടെ ആമുഖത്തെക്കുറിച്ചൊരു ബോധം നമുക്ക് വേണം. ബുർദ എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചൊരു ബോധം നമുക്ക് വേണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള സ്നേഹം, അതിനെ സംബന്ധിച്ച് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ പറയുന്നു, കുല്ലു മൻ ആമന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനൻ സഹീഹൻ ലാ യഖ്ലു അൻ വിജ്ദാനി ശൈഇൻ മിൻ തിൽകൽ മഹബ്ബത്തിർ റാജിഹ. ഈമാൻ ഒരു മനുഷ്യന്റെ ഖൽബിലുണ്ടോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു അനുരാഗമുണ്ടാവും, ഒരു സ്നേഹം ഉണ്ടാവും. ഈമാനുള്ളവന്റെ ഖൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം ഉണ്ടാവും. പക്ഷേ അതെല്ലാവരും തുല്യമല്ല. ഗൈറ അന്നഹും മുതഫാവിദൂൻ, എല്ലാവരും തുല്യമല്ല. മുഅ്മിനീങ്ങൾക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്ത ഒരൊറ്റ മുസ്ലിമും ഒരൊറ്റ മുഅ്മിനും ഉണ്ടാവില്ല. പക്ഷെ എല്ലാവരും ആ വിഷയത്തിൽ തുല്യമല്ല. ഫമിൻഹും മൻ അഖദ മിൻ തിൽകൽ മർതബതി ബിൽ ഹദ്ദിൽ ഔഫാ, അതിൽ വലിയ ഭാഗ്യമുള്ള ചില ആളുകളുണ്ട്. വമിൻഹും മൻ അഖദ മിൻഹാ ബിൽ ഹദ്ദിൽ അദ്നാ, ചെറിയ ഭാഗ്യമുള്ളവരും. എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവരും ഒരുപോലെയല്ല. മഹാന്മാരായ സഹാബികൾ, അവരുടെ സ്നേഹം അതിരറ്റ സ്നേഹം. ആ സ്നേഹത്തോട് നമ്മുടെ സ്നേഹം ഒരിക്കലും തുല്യമാവില്ല. എല്ലാവരും ഒരുപോലെയല്ല, സ്നേഹത്തിൽ വ്യത്യാസമുണ്ട്. അതിനെ സംബന്ധിച്ച്
മഹാന്മാര് പറഞ്ഞു വലാ ശക്ക അന്ന ഹദ്ദ സ്വഹാബത്തി റളിയല്ലാഹു അൻഹും മിൻ ഹാദൽ മഅന അതം. സ്വഹാബികളാണ് ആ വിഷയത്തിൽ ഏറ്റവും പൂർണ്ണതയുള്ളവർ. കാരണം അവരുടെ മനസ്സിന്ന് ആ സ്നേഹം ഒരു സമയത്തും വിട്ടുപോകുന്നില്ല. എപ്പോഴും ആ സ്നേഹത്തിൽ ലയിച്ചു കിടക്കുകയാണവർ. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഒരിക്കലും തെറ്റായ ഒരു പ്രവണതയും തെറ്റായ ഒരു സ്വഭാവവും തെറ്റായ ഒരു വാക്കും തെറ്റായ ഒരു ചലനവും സഹാബികളിൽ നിന്ന് വന്നു പോകുന്നില്ല. അവർ പൂർണ്ണമായി നീതിമാന്മാരായി പിന്തുടരാൻ പറ്റുന്നവരായി ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നക്ഷത്രതുല്യരായി നിലനിൽക്കുകയാണ്. ആ സഹാബികളെ പിന്തുടർന്ന് ജീവിച്ച വലിയ വലിയ ഔലിയാക്കളില്ലേ? ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും തുടങ്ങിയ വലിയ വലിയ ഔലിയാക്കളെ നേതാക്കളില്ലേ? സുഹൃത്തുക്കളെ, നമ്മൾ കേട്ടുവന്ന ഏതൊക്കെ ഔലിയാക്കളുണ്ടോ, ഇമാമീങ്ങളുണ്ടോ, അവരെല്ലാം ആ വിഷയത്തിൽ വലിയ ഭാഗ്യം ലഭിച്ചവരാണ്. അവരുടെ ജീവിതം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിൽ ലയിച്ചതോടുകൂടെ അവരുടെ മനസ്സിൽ നിന്ന് ആ സ്നേഹം ഒരു സമയത്തും വിട്ടുനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അപാകതകളും തെറ്റുകളും വന്നു ചേരുന്നില്ല. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ പലപ്പോഴും തെറ്റുകളിലും കുറ്റങ്ങളിലുമൊക്കെ അകപ്പെട്ടു പോകുന്നവരാണ്. പടച്ച റബ്ബേ, അതൊന്നും ഞങ്ങൾക്ക് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടോ നിന്നോടോ പ്രിയമില്ലാത്തത് കൊണ്ടല്ല. ഞങ്ങളെ മനസ്സിൽ നിന്ന് പലപ്പോഴും അതും വിട്ടുപോകുന്നു. അങ്ങനെ ഞങ്ങളിൽ പലരിൽ നിന്നും അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ പലതും സംഭവിച്ചു പോകുന്നു. അതെല്ലാം നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുന്ന ഞങ്ങൾക്ക് അവിടുത്തെ മഹത്വം കൊണ്ട് നീ മാപ്പാക്കണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, കമൻ കാന മുസ്തഗ്രിഖൻ ഫിസ്സവാതി മഹജൂബൻ ഫിൽ ഗഫലാതി ഫീ അക്തരിൽ ഔഖാത്ത്. ചില ആളുകൾ ബഹുഭൂരിപക്ഷ സമയത്തും അദ്ദേഹം അതാ ചിന്ത വിട്ടുപോയവരാണ്. അതുകൊണ്ട് തന്നെ അവർ തടീച്ചകളിലൊക്കെ പെട്ടുപോവുകയാണ്. ചില ചെറുപ്പക്കാരെ നിങ്ങൾക്ക് കാണാം, അവര് പല തടീച്ചകളിലും തോന്നിവാസങ്ങളിലും പെട്ടുപോകുന്നു. പക്ഷേ അവർ മുസ്ലിം ചെറുപ്പക്കാര് തന്നെയാണ്. അവർക്ക് ഈമാനൊക്കെയുണ്ട്. പക്ഷേ അവർ പല തെറ്റുകളിലും പെട്ടുപോകുന്നു. ലാകിനിൽ കസീറ മിൻഹും, പക്ഷെ അത്തരത്തിലുള്ള പല ആളുകളുടെയും സ്വഭാവം എന്താണ്? ഇദാ ദുകിറൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവര് തെറ്റും കുറ്റമൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു മൗലിദുണ്ടെന്ന് കേട്ടാൽ, അള്ളാഹുവിന്റെ റസൂലിനെ സ്മരിക്കപ്പെടുന്നു എന്ന് കേട്ടാൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ജന്മദിനാഘോഷമുണ്ടെന്ന് കേട്ടാൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുന്നുണ്ടെന്ന് കേട്ടാൽ, അള്ളാഹുവിന്റെ റസൂലിനെ സ്മരിക്കുന്ന സദസ്സുണ്ടെന്ന് കേട്ടാൽ, അതേ റസൂലുള്ളാഹിന്റെ പേര് കേട്ടാൽ, അവിടുത്തെ മദ്ഹ് കേട്ടാൽ, അവിടുത്തെ സലാത്ത് സംഘടിപ്പിച്ചാൽ, അള്ളാഹിന്റെ റസൂലിനെ ഓർമ്മിക്കുന്ന ഒരു രംഗം വന്നാൽ അള്ളാന്റെ റസൂലിനെ കാണണമെന്നതിൽ അവർക്ക് മനസ്സിന് വലിയ വലിയ ആഗ്രഹമാണ്. തെറ്റും കുറ്റവും ഒക്കെ പലപ്പോഴും വന്നു പോകുന്നവരാണെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് കേൾക്കുമ്പോ എനിക്കൊന്ന് അള്ളാഹുവിന്റെ റസൂലിനെ കാണണമെന്ന ആശയാണ് അവരെ കൽബിൽ പൊങ്ങി വരുന്നത്. അള്ളാഹുവിന്റെ റസൂലിനെ ഒന്ന് കാണാൻ കിട്ടുമെങ്കിൽ ഞാൻ എന്റെ ബാപ്പാനെ വേണമെങ്കിൽ അങ്ങ് കൈയൊഴിക്കും, മകനെ വേണമെങ്കിൽ കൈയൊഴിക്കും, ഭാര്യയെ വേണമെങ്കിൽ കൈയൊഴിക്കും, ഞാൻ എന്ത് കൈയൊഴിക്കും, എനിക്ക് റസൂലുള്ളാഹിനെ ഒന്ന് കണ്ടാൽ മതി എന്ന മനസ്ഥിതി അത്തരം തെറ്റുകൾ സംഭവിക്കുന്നവരുടെ മനസ്സിലും അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് കേൾക്കുമ്പോഴും അറിയുമ്പോഴും സ്മരിക്കപ്പെടുമ്പോഴും സംഭവിക്കുന്നു. അവരുടെ മനസ്സ് അള്ളാഹുവിന്റെ റസൂലിലേക്ക് നീങ്ങുന്നു. എന്ത് കൊടുത്താലും എനിക്ക് അള്ളാഹുവിന്റെ റസൂലിനെ ഒന്ന് കാണണം എന്ന ചിന്ത വരുന്നു. വയുബ്ദിലു നഫ്സഹു ബിൽ ഉമൂരിൽ ഖതീറത്തി, എന്ത് നഷ്ടം വന്നാലും തരക്കേടില്ല, ആരെന്നെ
നിർത്താനും തരക്കേടില്ല, ആരെന്നെ കൈയൊഴിച്ചാലും തരക്കേടില്ല, എന്ത് അപകടം പറ്റിയാലും തരക്കേടില്ല, എനിക്കൊന്ന് റസൂലുള്ളാഹിനെ കാണണമെന്ന മനസ്സിന്റെ അനുരാഗത്തിൽ നിന്നുള്ള ചിന്തകൾ അവരെ മനസ്സിലേക്ക് വരുന്നു. അത് മാത്രമല്ല, ആ സംഗതി അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് തന്നെ, മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്താൽ അതിങ്ങ് കണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട് ഇമാം ഖുർത്തുബി തങ്ങൾ പറയാണ്, വഖദ് ശൂഹിദ മിൻ ഹാദൽ ജിൻസി മൻ യുസിറു സിയാറത ഖബ്രിഹി. അതേ, ആ ഈമാൻ ഖൽബിലുള്ളവർ തെറ്റുകളൊക്കെ വന്നു പോകുന്നവരാണെങ്കിലും അവരെ മനസ്സിലതാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറൊന്ന് സിയാറത്ത് ചെയ്യണമെന്ന മനസ്സിന്റെ അടിത്തട്ടിൽ വരുമ്പോ എന്ത് നഷ്ടം വന്നാലും തരക്കേടില്ല, എന്ത് ത്യാഗം സഹിച്ചാലും തരക്കേടില്ല, എനിക്കൊന്ന് അവിടുത്തെ ഖബറിന്റെ സമീപത്തെത്തിയാൽ മതി എന്ന നിലക്ക് അതിനെ അവർ തെരഞ്ഞെടുക്കുന്നു. ആ നബിതങ്ങളുടെ തിരുശേഷിപ്പുകൾ, നബിതങ്ങളുടെ തിരുശേഷിപ്പുകൾ അതേത് തുർക്കിയിലാണെങ്കിലും ശരി, ഏത് നാട്ടിലാണെങ്കിലും ശരി, നബിതങ്ങളുടെ വല്ല തിരുശേഷിപ്പുമുണ്ടോ, അവിടുത്തെ ഏതെങ്കിലും സ്മരണ പറയുന്ന സദസ്സുകളുണ്ടോ, അവിടുത്തെ മദ്ഹ് പറയുന്ന സദസ്സുകളുണ്ടോ, അവിടുത്തോട് ബന്ധപ്പെട്ട വല്ലതും കാണാനുണ്ടോ, അതുള്ള സ്ഥലങ്ങളുണ്ടോ, അതൊന്ന് പോയി കണ്ടേ പറ്റൂ എന്ന ആഗ്രഹം അവരെ മനസ്സിലിങ്ങ് കടന്നു വരുന്നു. അത് വെറുതെയല്ല, അവർ തെറ്റുകളൊക്കെ വന്നു പോകുന്നവരാണെങ്കിലും അവരെ മനസ്സിന്റെ അടിത്തട്ടിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം രൂഢമൂലമായത് കൊണ്ടാണ്. ഖൈറ അന്നദാലിക സരീഉസ് സവാലി ലിതബാലിൽ ഗഫലാത്ത്. പക്ഷേ അത്തരം സദസ്സുകൾ വിട്ടുപിരിഞ്ഞങ്ങ് പോയാൽ, അത്തരം വേദികൾ അങ്ങ് പോയാൽ അവരെ മനസ്സിന് പെട്ടെന്ന് അതങ്ങ് മറിഞ്ഞു പോകും. പിന്നെയും ചിലപ്പോൾ അവര് തെറ്റിലൊക്കെ പെട്ടുപോകും. പക്ഷേ അവരെ മനസ്സിൽ മഹബ്ബത്തുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തീപ്പെട്ടി കൊള്ളിയും തീപ്പെട്ടിയും തമ്മിൽ അടുത്തുരസുമ്പോൾ ഉണ്ടാകുന്നത് പോലെ ഹബീബായ നബിതങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ മദ്ഹ് പാടുന്ന പാട്ടുകൾ കേൾക്കുമ്പോ, അവിടുത്തെ മദ്ഹ് ഗാനങ്ങൾ കേൾക്കുമ്പോ, അവിടുത്തെ മദ്ഹ് പറയുന്ന സദസ്സുകൾ കാണുമ്പോ, അത് കേൾക്കുമ്പോ അവരെ ഖൽബ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ കാണണമെന്ന ആഗ്രഹം വരുന്നു, അവിടെ എത്തണമെന്ന ആഗ്രഹം വരുന്നു, നബിതങ്ങളുമായി ബന്ധപ്പെട്ടത് കാണണമെന്ന ആഗ്രഹം വരുന്നു. അത് ഈമാൻ ഖൽബിൽ രൂഢമൂലമായത് കൊണ്ടാണെന്ന് സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരിയിൽ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് ഏതെങ്കിലും പാവപ്പെട്ട ആളുകൾ, എന്നെ പോലുള്ള സാധുക്കൾ ജീവിതത്തിന്റെ എന്തെങ്കിലും തെറ്റുകളിൽ പെട്ടുപോകുന്നത് കൊണ്ട് അതൊന്നും റസൂലുള്ളാഹിനോട് മഹബ്ബത്തില്ലാത്തവരാണെന്ന് അവരടച്ചങ്ങ് പറഞ്ഞേക്കണ്ട. അവരെ ഖൽബിൽ ഹബീബായ നബിതങ്ങളോട് മഹബ്ബത്തുണ്ട്. അതുകൊണ്ടാണ് അവർ സിയാറത്തിന് പോകുന്നത്, അതുകൊണ്ടാ മൗലിദിൽ പങ്കെടുക്കുന്നത്, അതുകൊണ്ടാ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് കേൾക്കുന്നത്, അതുകൊണ്ടാ ബുർദ ചൊല്ലുന്നത്, അതുകൊണ്ടാണ് അത്തരം വിഷയങ്ങളിൽ അവർ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. നബിതങ്ങളുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്നത്, അത് കാണാൻ തിരക്ക് കൂട്ടുന്നത്, അങ്ങനെയാണെന്ന് കേട്ടാൽ പോലും അതെ, അത് വ്യക്തമായ തെളിവ് മുഖേന സ്ഥിരപ്പെട്ടാലും സ്ഥിരപ്പെട്ടില്ലെങ്കിലും യഹ്യ ഇബ്നു അഖ്തം റളിയല്ലാഹു അൻഹു എന്ന ഇമാം ബുഖാരിയുടെ ഉസ്താദിനോട് മഅ്മൂൻ രാജാവ് പറഞ്ഞില്ലേ, ഹബീബായ നബിതങ്ങൾ തൊട്ട സാധനമാണിത്, നബിതങ്ങൾ കുടിച്ച പാത്രമാണിത് എന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിലേക്ക് ഒരാൾ ഒരു വസ്തു കൊണ്ടെത്തന്നാൽ അവൻ സത്യം പറയുന്നവനാണെന്നതിന് എനിക്കൊരു തെളിവുമില്ലെങ്കിലും, അവൻ സത്യം പറയുമെന്നൊരു ധാരണയും എനിക്കില്ലെങ്കിലും, ഒരു തെളിവും കിട്ടിയിട്ടില്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂല് തൊട്ടതാണെന്നോ നബിതങ്ങൾ ഉപയോഗിച്ചതാണെന്നോ കേട്ടാൽ
1000 സ്വർണ്ണ നാണയം കൊടുത്തിട്ടാണെങ്കിലും ശരി, അത് ഞാനിങ്ങ് വാങ്ങിയിട്ട് ഞാൻ എന്റെ കവിൾത്തടത്തിൽ വെക്കും, ഞാൻ എന്റെ കണ്ണുമ്മൽ വെക്കും, ഞാനത് ചുംബിക്കും. അതെന്റെ പതിവാണ്. ഇല്ല, എന്തേ കാരണം? അദ്ദേഹം പറയുന്നത് സത്യമാണെന്നതിന് എനിക്കൊരു തെളിവും കിട്ടിയിട്ടല്ല. നബിതങ്ങളോടുള്ള അനുരാഗമാണ്, നബിതങ്ങളോടുള്ള അങ്ങേറ്റത്തെ സ്നേഹമാണ്. എനിക്കത് സഹീഹായ പരമ്പര കൊണ്ട് കിട്ടണമെന്നില്ല, എനിക്കത് എങ്ങനെ കിട്ടിയെന്ന് നോക്കേണ്ടതില്ല. നബിതങ്ങളുടേതാണെന്നൊരാള് പറഞ്ഞാൽ തന്നെ അയാളൊരു സത്യവാനാണെന്ന വിശ്വാസം പോലും എനിക്കില്ലെങ്കിലും റസൂലുള്ളാഹിന്റെ കേട്ടാൽ തന്നെ ഞാൻ വാങ്ങി ചുംബിക്കലാണ്, എത്രയും പണം കൊടുക്കലാണ് എന്റെ പതിവെന്ന് ഇമാം ബുഖാരിയുടെ ഉസ്താദ് യഹ്യ ഇബ്നു അക്തം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ അത് തെറ്റാണെന്ന് മാമൂൻ രാജാവിനോട് ആ മഹാൻ പറഞ്ഞില്ല. ഇമാം ബുഖാരിയുടെ ഉസ്താദ് പറഞ്ഞില്ല. മാമൂൻ രാജാവിന്റെ ജീവിതത്തിൽ തെറ്റ് വന്നാലും ശരി, ആശയത്തിൽ പിഴവ് പറ്റിയാലും ശരി, ഇപ്പറഞ്ഞത് തെറ്റാണെന്ന് ഇമാം ബുഖാരിയുടെ ഉസ്താദ് പറഞ്ഞില്ല എന്നതാണ് മുസ്ലിം ലോകത്തിന് തെളിവ് കേട്ടോ. രാജാവ് ചെയ്തതല്ല. ഇപ്പൊ ജാഹിലീങ്ങൾ മതം പറയുന്ന കാര്യമാണ്. പലപ്പോഴും അതാ ഒരു വിവരവുമില്ലാത്തവൻ ആലിമീങ്ങളെ വിമർശിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ വിവരക്കേട് കേട്ട് മുസ്ലിമീങ്ങൾ പെട്ടുപോകണ്ട. ഹബീബായ നബിതങ്ങളോടുള്ള സ്നേഹം അത് സാധാരണ സ്നേഹം പോരാ. ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അതാ ബാബു ഹലാബത്തിൽ ഈമാൻ, ഈമാനിന്റെ മധുരത്തെ കുറിച്ച് പറയുന്ന അധ്യായം, അതിലാണ് ഹബീബായ നബിതങ്ങളെയും അല്ലാഹുവിന്റെ റസൂലിനെയും ഒരേ സമയം അങ്ങേയറ്റം സ്നേഹിക്കണമെന്ന് പറയുന്ന ഹദീസ് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ ഉടനെ ഇമാം ബുഖാരി കൊടുക്കുന്ന ഹദീസ് അധ്യായം എന്താണ്? ബാബു അലാമത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ. ബാബു അലാമത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ. ഈമാനിന്റെ അടയാളമാണ് അൻസാരികളെ സ്നേഹിക്കൽ. അല്ലാഹുവിന്റെ റസൂലിനെ സഹായിച്ച, സഹകരിച്ച മദീന നിവാസികളായ സഹാബികളെ സ്നേഹിക്കണം. അത് ഈമാനിന്റെ അടയാളമാണ് എന്ന അധ്യായം കൊടുത്തിട്ട് ഇമാം ബുഖാരി അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേട്ടതായി. ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ. കണ്ടോ ചെറുപ്പക്കാരാ, റസൂലുള്ളാഹിനെ സ്നേഹിച്ചാ പോരാ, അല്ലാഹുവിന്റെ റസൂലിനെ സഹായിച്ചവരെ സ്നേഹിക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിച്ചവരെ സ്നേഹിക്കണം, അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ടതിനെ സ്നേഹിക്കണം. അതാണ് ഹുബ്ബുൽ ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ. ഈമാനിന്റെ അടയാളമാണ് അൻസാരികളായ സഹാബികളെ സ്നേഹിക്കൽ. അപ്പോൾ പിന്നെ രണ്ടാമത്തെ വാക്ക് വായത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസാർ. കാപട്യത്തിന്റെ അടയാളമാണ് ബുഗ്ദുൽ അൻസാർ, അൻസാരികളെ വെറുക്കുന്നത്. നബിതങ്ങൾ ചെന്നപ്പോ സ്വീകരിച്ച നാട്ടുകാർ, ആ നാട്ടുകാരായ അൻസാരികളെ സ്നേഹിക്കൽ ഈമാനാണ്. അവരെ വെറുക്കുന്നത് കാപട്യമാണ്, നിഫാഖാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം അവിടെ നിൽക്കുന്നില്ല. അതിനപ്പുറം ബന്ധപ്പെട്ടവരോടും ബന്ധപ്പെട്ടതിനോടും സ്നേഹം വേണം. നമ്മുടെ കുട്ടികൾ ബക്കറ്റും കൊണ്ടുവരും. എല്ലാവരും നല്ല സംഭാവനകൾ കൊടുക്കും. നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഇവിടെ നടത്തുന്ന മദ്രസ, ആ മദ്രസയുടെ പരിശുദ്ധ പരസ്പര ഖുർആൻ പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവർ അല്ലാഹുവിന്റെ റസൂലിന്റെ ദീൻ ലോകത്ത് പ്രചരിപ്പിക്കണം, അതിന് അധ്വാനിക്കണം, പ്രവർത്തിക്കണം, സഹായിക്കണം. സഹായിക്കുന്നവരെ സ്നേഹിക്കണം എന്നാ പറഞ്ഞത്. എങ്കിൽ നല്ല സംഭാവന കൊടുത്തേക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വയലു പറഞ്ഞാൽ 5 ദിവസം തരണ്ടാകും. സമയത്ത് വയലിനും പല ചെലവുകൾ ഉണ്ടാവും. വാസ്തവത്തിൽ ചെറിയ മഴ ചാറിയപ്പോ ഞാൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ പന്തൽ ഇടണമെന്നറിയാൻ എനിക്ക് ധൈര്യമില്ല. കാരണം അത്രയും സങ്കടമാണ് ഇന്നത്തെ സംഘാടകരുടെ കാര്യം.
അതുകൊണ്ട് ഇടണോന്ന് പറയാൻ ധൈര്യമില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. അല്ലാഹു തആല നമുക്ക് വഅദ് പറയാനുള്ള തൗഫീക്ക് തരട്ടെ. സുഹൃത്തുക്കളെ, ഇവിടെ എല്ലാവരും സഹായിക്കണം, സ്ത്രീകളും പുരുഷന്മാരും. സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഒരു കവറ് കൊടുത്തേക്കും. നല്ല സംഭാവന ഇട്ട് നാളെ ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹുവിന്റെ മദ്ഹ് പറഞ്ഞ് നമുക്ക് ദ്വാരക്കണം. അല്ലാഹു തആല ദുആക്ക് ഉത്തരം തരട്ടെ. ആ സദസ്സിലേക്ക് നല്ല സംഭാവനകൾ കവറിലിട്ട് എല്ലാവരും കൊണ്ടുവരും. നല്ല സംഭാവന, എത്രയോ 10,000 ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവും കടവും ഉണ്ട് ഇവിടെ. അതൊക്കെ ഈ 3 ദിവസത്തെ വഅദ് കൊണ്ട് നിങ്ങൾ നികത്തിത്തരണം. അള്ളാഹു നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ നികത്തിത്തരട്ടെ. സുഹൃത്തുക്കളെ, ഞാനൊരു വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അപ്പൊ അൻസാരികളെ സ്നേഹിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളെ സ്വീകരിച്ച നാട്ടുകാരെ സ്നേഹിക്കണം, അനുയായികളെ സ്നേഹിക്കണം, സഹാബികളെ സ്നേഹിക്കണം, പിന്നെ നാടും വീടും മുട്ടി നബി തങ്ങളെ കൂടെ വന്ന മുഹാജിരിങ്ങളെ സ്നേഹിക്കണം എന്ന് പറയണോ? അവരെ എന്തായാലും സ്നേഹിക്കണം. അങ്ങനെ സഹാബികളെ സ്നേഹിക്കണം, അൻസാരികളെ സ്നേഹിക്കണം. ഹബീബായ നബിതങ്ങളെ സ്നേഹിക്കുമ്പോ ഹബീബായ നബിതങ്ങളുടെ സന്താന പരമ്പരകളായ തങ്ങന്മാരെ സ്നേഹിക്കണം. ഇപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, തൗഫീഖ് ഇതാ പിന്നെ പറയാം. ആ നബിതങ്ങളുടെ ആശയം അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വത്ത്. ആ സ്വത്തെന്ന് പറയുന്നത് ഇൽമാണ്. ആ ഇൽമ് നേടിയ ആലിമീങ്ങളെ സ്നേഹിക്കണം. അത് പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കണം. എന്തിനധികം പറയണം, നമ്മളെ സ്വന്തം മക്കളാണെങ്കിൽ പോലും രാവിലെ വീട്ടിൽ നിന്ന് അതാ സ്ലേറ്റും പെൻസിലും മദ്രസയിലേക്ക് ചെറിയ മുസഹഫും അതുപോലെ കിതാബും കയ്യിൽ പിടിച്ച് വരുന്ന ചെറിയ മക്കളില്ലേ, അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വത്ത് സമ്പാദിക്കാൻ ഇറങ്ങിയവരാണ്. ആ ചെറിയ മക്കളെ പൊരുത്തം കിട്ടാൻ ലതദഉ അജ്നിഹതഹും മിനൽ മലായികത ലതദഉ അജ്നിഹതഹും, മലക്കുകൾ അവരുടെ ചിറക് വിരിച്ചു കൊടുക്കുന്നു, മലക്കുകൾ തലോടുന്നു, മലക്കുകൾ അവരെ കൊണ്ട് ബറക്കത്തെടുക്കുന്നു. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വത്തായ ഇൽമ് അതിന് വലിയ സ്ഥാനമാണ്. അതുകൊണ്ട് ഓ മുസ്ലിമേ, നീ ഒരു പണ്ഡിതനെയും നിസ്സാരപ്പെടുത്തണ്ട കേട്ടോ, ഒരാലിമിനെയും നിന്ദിക്കണ്ട കേട്ടോ, ഒരാലിമിനെയും ഗീബത്ത് കൊണ്ട് അതാ ആലിമിന്റെ മാംസം കൊണ്ട് നീ വായിലാക്കിയിട്ട് നിന്റെ ആഖിറം നഷ്ടപ്പെടുത്തണ്ട കേട്ടോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുമ്പോൾ അത് പോരാ, നബിതങ്ങൾ കിടക്കുന്ന നാട്ടിനെ സ്നേഹിക്കണം. ആ കിടക്കുന്ന നാടാണ് മദീന, അതാണ് ത്വയ്ബ, അതാണ് കാളിമ. ബുറുദ ബൈത്തിലേക്ക് കടക്കുമ്പോ ആമീൻ തേവേ കൂരീജി റാനിം ബീദി സലമി മസജിത ദം അഞ്ചറ മിൻ മുഖലത്തിൻ ബിദമി അംഹബതി റീഹു മിൻ തിൽഖായി കാളിമതി വഅഉമ ضل في الظلماء من إظامي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹുവിനെ ഇന്നലെ ഞാൻ ഇമാം ബൂസിരി തങ്ങളുടെ ആദ്യകാലവും പിന്നീടുണ്ടായ സംഭവങ്ങളുമൊക്കെ പറഞ്ഞില്ലേ. ആ ഇമാം ബൂസിരി തങ്ങളോട് വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു ശൈഖ്, ഒരു ഗുരുവര്യർ, ഒരു മഹാപണ്ഡിതൻ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ ഇന്നലെ രാത്രി സ്വപ്നത്തിൽ കണ്ടോ എന്ന ഒരു ചോദ്യം ചോദിച്ചപ്പോൾ
അവിടുന്ന് അങ്ങോട്ട് നബിതങ്ങളെ കാണണമെന്ന ആവേശമായി, നബിതങ്ങളെ സ്വപ്നത്തിൽ കണ്ടേ പറ്റൂ എന്ന ചിന്തയായി, ഖൽബിൽ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കൊണ്ടങ്ങ് നിറഞ്ഞു, അനുരാഗം കൊണ്ട് നിറഞ്ഞു. അങ്ങനെയാണ് മഹാനവറുകൾ വീട്ടിലെത്തിയിട്ട് ഖൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം ഇങ്ങനെ പൊങ്ങിമറിയുകയാണ്. അങ്ങനെ പൊങ്ങിമറിയുന്ന ഇമാം ബൂസിരി അന്നത്തെ രാത്രിയിൽ തന്നെ കിടന്നുറങ്ങുമ്പോ ഹബീബിനെ കണ്ടു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടതിന് ശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹായി പല പദ്യങ്ങളും രചിച്ചു. അങ്ങനെയാണ് വിതിരിയയും മുദരിയയും ഒക്കെ രചിച്ചതെന്ന് ഇന്നലെ നമ്മൾ വിശദീകരിച്ചില്ലേ. എന്നാൽ അതിന്റെ ശേഷം പിന്നീട് മഹാനവറുകൾക്കുണ്ടായൊരു രോഗത്തിൽ തളർന്നു കിടക്കുമ്പോ ആ രോഗം മാറണമെന്ന നിലക്ക് ചൊല്ലിയ പദ്യമാണ് ബുർദബൈത്ത്. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ. ആ ബുർദബൈത്തിലേക്ക് മഹാനവറുകൾ അങ്ങ് കടക്കുമ്പോ ഹബീബായ നബി തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയല്ലാതെ എനിക്ക് രക്ഷയില്ല എന്ന ചിന്ത ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്കും സ്നേഹവും അനുരാഗവും അങ്ങ് വർദ്ധിച്ചിട്ട് മഹാനവറുകൾക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് തുറന്നവിടുത്തെ പേര് പറഞ്ഞങ്ങ് മദ്ഹ് പറയാൻ കഴിയുന്നില്ല. സ്നേഹമങ്ങ് മനസ്സിൽ പൊങ്ങി മറിഞ്ഞതിനാൽ പേര് പറയാൻ കഴിയുന്നില്ല. അത് സ്നേഹത്തിന്റെ അനുരാഗത്തിന്റെ സ്വഭാവമാണ് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുകൊണ്ടാണ് മഹാനവർ ആദ്യം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരല്ല പറയുന്നത്. ആമീൻ കൂരിജി റാനിം ബീദി സലമി മസജ്താദം അൻജറാ മിൻ മുഖലത്തിൻ ബിദമി. ജെറൂസലമിലുള്ള അയൽവാസികളെ ഓർത്തിട്ടാണോ? അതേ, സലം മരം എന്നൊരു മരമുണ്ട്, ആ മരമുള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ദീസലം എന്ന് മദീനക്കടുത്തൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തുള്ള അയൽവാസികളെ ഓർത്തിട്ടാണോ? അമീൻ തദക്കുരിജി റാനിം ബീദി സലമി മസജ്താദം അൻജറാ മിൻ മുഖലത്തിൻ ബിദമി. നിന്റെ കണ്ണുകളിൽ നിന്ന് നീ രക്തം കലർത്തിയ കണ്ണുനീരൊഴുക്കുന്നത്. ഇമാം ബൂസിരി തങ്ങൾക്ക് ആ സ്നേഹത്തിന്റെ അനുരാഗത്തിന്റെ വികാരം മനസ്സിലിങ്ങ് പൊങ്ങി മറിഞ്ഞപ്പോ ഹബീബായ നബിതങ്ങളെ പേര് നേർക്ക് നേരെ പറയാനോ നബിതങ്ങളുടെ മദീന എന്ന നാട്ടിന്റെ പേര് പറയാനോ ധൈര്യം വരുന്നില്ല. ആ മദീനയുടെ സമീപത്തുള്ള നാട്ടിനെ തോന്നിപ്പിച്ച്, ആ ഹബീബ് തങ്ങളുടെ സമീപത്തുള്ള സ്ഥലത്തെ ഓർമ്മിപ്പിച്ച് സ്വന്തം ശരീരത്തോട് ചോദ്യം ഉന്നയിക്കുകയാണ്. അറബി കവികൾ, അവർ വലിയ വലിയ സാഹിത്യകാരന്മാരായ കവികൾ, അവര് കവിത ചൊല്ലുമ്പോൾ അവരതാ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയോട് ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് മനസ്സിന്റെ ശ്രദ്ധ ക്ഷണിച്ചു വരുത്തിയിട്ട് പിന്നീട് ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയിലേക്ക് അങ്ങ് കടന്നു ചെല്ലലാണ് അവരെ പതിവ്. ആ പതിവനുസരിച്ച് ഇമാം ബൂസിരി തങ്ങളും ഹബീബായ നബിതങ്ങളെ പേര് പറയാൻ കഴിയുന്നില്ല, തങ്ങളെ കുറിച്ച് പറയാൻ ആകുന്നില്ല. തങ്ങളുടെ നാടും നാട്ടിന്റെ സമീപത്തുള്ള വസ്തുക്കളും സൂചിപ്പിച്ചാണ് തുടങ്ങുന്നത്. അമീൻ തദക്കുരിജി റാനിം ബിദി സലമി മസജ്താദം അൻജറാ മിൻ മുഖലത്തിൻ ബിദമി അംഹബത്തി റീഹു മിൻ തിൽഖായി കാദിമത്തി وأومض البرق في الظلماء من إظامي. കാദിമത്ത് എന്ന് മദീനക്കൊരു പേരുണ്ട്. മദീന ശരീഫിന് ഒരുപാട് ദശക്കണക്കിന് പേരുണ്ട്. അതിലൊരു പേരാണ് കാദിമ. വേറെയും അതിലൊരുപാട് വിവരണങ്ങൾ പറയാനുണ്ട്. ഇരിക്കട്ടെ, മഹാനവറുകൾ ചോദിക്കുകയാണ്, സ്വന്തം ശരീരത്തോട് തന്നെ ചോദിക്കുകയാണ്. അതേ, അംഹബത്തി റീഹു മിൻ തിൽഖായി കാദിമത്തി. ആ മദീനയുടെ ഭാഗത്ത് നിന്ന് കാറ്റടിച്ച് വീശിയിട്ട് ഓർമ്മ വന്നതാണോ?
ആ കാറ്റ് വന്ന് വീശിയിട്ടാണോ, അല്ലെങ്കിൽ അതാ നബിതങ്ങൾ പോയി ഇരിക്കാറുള്ളൊരു മരമില്ലേ, ആ മരത്തിന്റെ ചുവട് തിന്ന് ഇങ്ങോട്ട് മിന്നെറിഞ്ഞിട്ടാണോ എന്ന അർത്ഥത്തിൽ പറയാണ്. ആ ഇളമെന്ന് പറയുന്ന പർവ്വതം, അവിടുന്ന് പോയി ഇരുന്നിരുന്ന പർവ്വതം, ആ പർവ്വതത്തിന്റെ ഭാഗത്ത് നിന്ന് മിന്നെറിഞ്ഞിട്ടാണോ, നിങ്ങളെ മനസ്സിൽ ഓർമ്മ വന്നിട്ടാണോ നിങ്ങളിങ്ങനെ അതാ രക്തം കലർത്തിയ കണ്ണുനീരൊഴുക്കുന്നത്? ഹബീബായ നബിതങ്ങളോടുള്ള അങ്ങേയറ്റത്തെ അനുരാഗത്തിൽ ഹബീബായ നബിതങ്ങളുടെ പേര് പറയാൻ കഴിയാതെ ഇമാം ബുഖാരി തങ്ങൾ മദീനയും മദീനയുടെ പരിസരത്തുള്ള വസ്തുക്കളെയും സ്നേഹിച്ചുകൊണ്ട് അതാ കവിത തുടങ്ങുകയാണ്. അതാണ് ഈ 2 വരി പദ്യത്തിന്റെ ചുരുക്കസാരം. البرق في الظلماء من إبمي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇത് സഹാബത്തിന്റെ സ്നേഹത്തിനോട് തുല്യമായ സ്നേഹമാണ് മുഅ്മിനീങ്ങളെ. മഹാന്മാരായ സഹാബത്തിലും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അവർക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയണമെന്ന് തോന്നി, പക്ഷേ പറയാൻ കഴിയുന്നില്ല, കരഞ്ഞുപോയി. കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹു, പ്രഗൽഭനായ സഹാബിയാണ്. സുബ്ഹാനല്ലാഹ്, അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് മദീന മസ്ജിദുൽ അഖ്സയിലേക്ക് ചെന്നു. മസ്ജിദുൽ അഖ്സയിൽ ചെന്ന മഹാനായ അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു തആല അൻഹു തങ്ങള് അവിടെ ചെന്നപ്പോൾ കാണുകയാണ്. എന്താ കാണുന്നത്? മഹാനവറുകൾ നിസ്കരിക്കുകയാണ്. മഹാനായ അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ നിസ്കരിക്കുകയാണ്. അങ്ങനെ നിസ്കരിക്കുന്നത് അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. നീണ്ട സുജൂദോടുകൂടിയുള്ള നിസ്കാരം, നീണ്ട റകഅത്തുള്ള നിസ്കാരം. അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ഇതെന്തൊരു നിസ്കാര. അബൂദറുൽ ഖിഫാരി നീണ്ട സുജൂദ്, കുറേ കൂടുതൽ റകഅത്ത്. ആ നിസ്കാരം ഇങ്ങനെ കണ്ടപ്പോ എന്റെ മനസ്സിലിങ്ങനെ തോന്നി, ഇതെന്തൊരു നിസ്കാര. അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോ ഞാൻ മെല്ലെ അടുത്ത് ചെന്നു. അങ്ങനെ ഉണ്ടല്ലോ, ആളുകളുടെ മഹത്വം അറിയാതെ, ആളാരാന്ന് മനസ്സിലാകാതെ ചിലപ്പോ പറഞ്ഞു കൊടുക്കലുണ്ട്. അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു ആണോന്നും അറിയില്ല, ഒരു പ്രായമുള്ള ഒരാള്. മെല്ലെ ഞാൻ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത്ര നീണ്ട ഇത്ര കുറെ നിസ്കരിച്ചിട്ട് നിങ്ങൾ നിസ്കരിച്ച് 2 റകഅത്തോ 1 റകഅത്തോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് ചോദിച്ചു. ഇത് അബൂദറുൽ ഖിഫാരി ആണെന്നൊന്നും അറിയില്ല. ഇത് പ്രഗൽഭനായ സഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ സ്നേഹിച്ച, അല്ലാഹുവിന്റെ റസൂൽ സ്നേഹിച്ച സഹാബിയാണെന്നൊന്നും അറിയില്ല. മൂപ്പര് അങ്ങനെയുണ്ടല്ലോ, ചിലപ്പോ ചില മുലമാർക്കുണ്ടല്ലോ ഒരു കുത്തന്, അങ്ങനെ ഒന്ന് കുത്തി ഒന്ന് ചോദിച്ചതാ, നിങ്ങൾ നിസ്കരിച്ചത് അത് ഇരട്ടിയാണോ ഒറ്റയാണോ എന്നൊരു ചോദ്യം. അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, എനിക്കറിയില്ലെങ്കിലും അല്ലാഹു തആലക്കറിയും. ഞാൻ എത്ര നിസ്കരിച്ചു എന്ന് എനിക്കറിയില്ലെങ്കിലും എനിക്ക് തരുന്ന രാജാവ് അല്ലാഹല്ലേ, ആ അല്ലാഹുവിനറിയും. സുമ്മ ഖാല, അത് പറഞ്ഞ ശേഷം നിസ്കാരം സുജൂദൊക്കെ, നീണ്ട സുജൂദും നീണ്ട നിസ്കാരവും ഒക്കെ നടത്തുന്നതിന്റെ തെളിവായി അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹുവിന് ഹബീബായ നബി തങ്ങളുടെ ഹദീസ് ഓർമ്മ വന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ വന്നു. അതാണ് അഖ്ബറനി ഹിബ്ബി അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പ്രിയപ്പെട്ട അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം
എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞതോടുകൂടെ അബൂദർ കരഞ്ഞു. പിന്നെ കരച്ചിൽ തന്നെ പറയാൻ കഴിയുന്നില്ല, കരച്ചിൽ തന്നെ. വീണ്ടും ധൈര്യമൊന്ന് വീണ്ടെടുത്ത് ആ ഹദീസ് പറയണമല്ലോ എന്ന നിലക്ക് അബൂദർ റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു, അഖ്ബറനി ഹിബ്ബി അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ബക്കാ. എന്റെ പ്രിയപ്പെട്ട അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും വിതുമ്പി അങ്ങ് കരഞ്ഞു. പറയാൻ കഴിയുന്നില്ല. സുമ്മ ഖാല, അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖ്ബർനി ഹിബ്ബി അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിതുമ്പി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ വാക്കിനെയും അവിടുത്തെ സദസ്സിനെയും അവിടുത്തെ നാടിനെയും ആ രംഗങ്ങളെയും ഓർത്തപ്പോൾ വിതുമ്പി കരഞ്ഞുകൊണ്ട് അവിടുന്ന് മെല്ലെ അങ്ങ് പറഞ്ഞൊപ്പിച്ചു, മാ മിൻ അബ്ദിൻ യസ്ജുദു ലില്ലാഹി സജദതൻ ഇല്ലാ റഫഅഹു അല്ലാഹു ബിഹാ ദറജ വഹത്ത അൻഹു ബിഹാ ഖതീഅ വകുതിബ ലഹു ബിഹാ ഹസന. ഏതൊരടിമയും അല്ലാഹുവിന് ഒരു റകഅത്ത് നിസ്കരിച്ചാൽ, സുജൂദ് ചെയ്താൽ, ഇല്ലാ റഫഅഹു അല്ലാഹു ബിഹാ ദറജ, അതിന്റെ പേരിൽ അല്ലാഹു തആല അവന്റെ സ്ഥാനം ഉയർത്തിക്കൊടുക്കാതിരിക്കൂല. വഹത്ത അൻഹു ബിഹാ ഖതീഅ, അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കാതിരിക്കൂല. വകതബ ലഹു ബിഹാ ഹസന, ആ നിസ്കാരം സുജൂദ് നിർവഹിച്ചതിന്റെ പേരിൽ അല്ലാഹു തആല ഒരു നന്മ രേഖപ്പെടുത്താതിരിക്കൂല എന്ന് ആ ഒരു വാചകം പറയാൻ കരച്ചിൽ വന്നിട്ടുണ്ട്. അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു 2 പ്രാവശ്യം പറയാൻ കഴിയുന്നില്ല. അപ്പോൾ അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഞാൻ ചോദിച്ചു, അഖ്ബിർനി മൻ അൻത, ആരാണ് നിങ്ങൾ എന്നൊന്ന് പറഞ്ഞു തരുമോ? യർഹമുക്കല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹം തരട്ടെ, നിങ്ങൾ ആരാന്നൊന്ന് പറഞ്ഞു തരുമോ? കാര്യം അബദ്ധം പറ്റിയല്ലോ. അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹുവിനെ ഉപ്പര നിസ്കാരം കണ്ടിട്ട് ഒന്ന് മനസ്സിലൊരു ചെറിയ തോന്നൽ വന്നുപോയല്ലോ, ആരാന്ന് പറഞ്ഞു തരുമോ? ഹാല, അപ്പോ അവിടുന്ന് പറഞ്ഞു, അനാ അബൂദറിൻ സാഹിബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അബൂദറാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നടന്ന ആളാണ്. കണ്ടോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്ത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ സ്നേഹിച്ചപ്പോൾ ആ സ്നേഹം കൊണ്ട് അവർക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയാൻ കഴിയുന്നില്ല. സ്നേഹം ഹൃദയത്തിൽ ശരിക്കും അങ്ങ് രൂഢമൂലമായി അതങ്ങനെ ആ മനുഷ്യന്റെ മനസ്സിൽ രൂഢമൂലമായി അതിങ്ങനെ പൊങ്ങി വരുമ്പോൾ, ഓളം വെട്ടുമ്പോൾ അതിന്റെ സ്വഭാവം അങ്ങനെയാണ്. ഈ സ്വഭാവമാണ് മഹാനായ ഇമാം ബൂസരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് തുടക്കം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാനാണ് വാസ്തവത്തിൽ തീരുമാനമെടുത്തത്. അതിനാണ് ബുറുദ ബൈത്ത് ചൊല്ലുന്നത്. പക്ഷേ ആ ബൈത്തിന്റെ തുടക്കം തന്നെ മദ്ഹിലേക്ക് അങ്ങനെ ഡയറക്റ്റ് അങ്ങ് കടന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയാൻ കഴിയുന്നില്ല. അപ്പൊ പിന്നെ മഹാനവറുകൾ എന്ത് ചെയ്തു? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട മദീന, ആ മദീനയുടെ പരിസരങ്ങൾ, ആ മദീനയിലെ കുന്നുകൾ, ആ മദീനയിലെ കുന്നിന്റെ സമീപത്തുള്ള വൃക്ഷങ്ങൾ, അത്തരം വിഷയങ്ങളിലേക്ക് ആദ്യം ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തോട് തന്നെ കരച്ചിലിനെ കുറിച്ചൊരു ചോദ്യം, കരഞ്ഞു പോകുന്നതിനെ കുറിച്ചൊരു ചോദ്യം. അതാണ് അമിൻ ദൂസലം എന്ന് പറഞ്ഞിട്ട് ഒരു നാട് തന്നെ, ഒരു പ്രദേശം തന്നെ മദീനയുടെ സമീപത്തുണ്ട്. മാത്രമല്ല, സലം എന്ന് പറയുന്നത് ഒരു തരം വൃക്ഷമാണ്. ആ വൃക്ഷം ഉള്ള സ്ഥലം അത് മദീനയോട് തൊട്ടുകിടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ദൂസലം എന്ന് പറയുന്നത് ആ സ്ഥലത്തെ ഓർമ്മിച്ചിട്ടാണോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട മദീനയോട് തെട്ടുകിടക്കുന്ന ആ സലം എന്ന് പറയുന്ന മരമുള്ള നാട്ടിനെ, പ്രദേശത്തെ ഓർമ്മിച്ചിട്ടാണോ എന്ന് ചോദിക്കാൻ. അതാണ് ആ നാട്ടിന്റെ അയൽവക്കാരെ ഓർത്തിട്ടാണോ? ആ നാട്ടിന്റെ അയൽവക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ്? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബികളുമാണ്. അവരെ ഓർത്തിട്ടാണോ എന്ന് ഡയറക്റ്റ് ചോദിക്കാതെ ദൂസലമിന്റെ അയൽവാസികളെ ഓർമ്മിച്ചിട്ടാണോ? കണ്ണിൽ നിന്ന് ചോര രക്തം കലർത്തിയിട്ട് നിങ്ങൾ കണ്ണുനീര് വാർത്തു വിടുന്നത്, കരഞ്ഞ് കരഞ്ഞ് സ്നേഹാധിക്യത്താൽ കരഞ്ഞ് കരഞ്ഞ് കണ്ണിൽ നിന്ന് രക്തമടക്കം പുറത്തു വരുന്ന വിധത്തിലാണല്ലോ കരച്ചിലുള്ളത്. ഇനി സുഹൃത്തുക്കളെ, ഇത് ഈ ബുറുദ ബൈത്തല്ലേ? ഈ ബൈത്തിനെ സംബന്ധിച്ച് വലിയ അർത്ഥവ്യാപ്തിയുള്ള പദ്യമായതുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ദശക്കണക്കിന് വലിയ വലിയ പ്രഗത്ഭരായ ഇമാമീങ്ങൾ ഇതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞ കൂട്ടത്തിൽ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, അതേ മക്ക മദീനയുടെ ഇടക്കുള്ള താഴ്വരയിലെ ഒരു മരം, ആ മരമാണ് സലമ്. അതേ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അതിന്റെ ജീറാൻ, അതിന്റെ അയൽവാസികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തുമാണ്. കാരണം എന്തുകൊണ്ട്? വഹാദിഹി ശജറത്തു ലഹാ മുനാസബത്തും ബിന്നബി അലൈഹി സ്വലാത്തു വസ്സലാം ലിഅന്നഹു അലൈഹി സലാം കാന കുല്ലമാ ദഹബ ഇലാ മക്കത്ത വസലക യൻസിലു തഹത തിൽക ശജറ. നബി തങ്ങൾ വിശ്രമിക്കാറുള്ള മരമാണത്. മക്കയിലേക്ക് പോകുമ്പോൾ ഹബീബായ നബി തങ്ങൾ വിശ്രമിക്കുന്ന മരമാണത്. വയസ്തരീഹു ഫീഹി, ആ മരത്തിന്റെ ചുവടെ നബി തങ്ങൾ റെസ്റ്റ് എടുക്കാറുണ്ട്. അതിനാൽ ഹബീബായ നബിതങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി, നബിതങ്ങളെ കൂടെയുള്ള സഹാബത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി അവിടുന്ന് വിശ്രമിക്കാറുള്ള മരത്തെയും ആ മരം നിൽക്കുന്ന പ്രദേശത്തെയും ചൂണ്ടിയിട്ട് അതിന്റെ അയൽവക്കക്കാരെ, അതുമായി കൂടികലർന്നു നിന്നവരെ ഓർത്തിട്ടാണോ എന്നാണ് ഇതിന്റെ ഒരർത്ഥം. ഈ വാക്കിന്റെ ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം പറയുന്നു, അതേ സലം എന്ന് പറഞ്ഞാൽ ദാറുസ്സലാം എന്ന് പറയുന്നത് സ്വർഗമാണ്. അപ്പൊ സ്വർഗത്തിലുണ്ടാകുന്ന ആളുകൾ, ആ സ്വർഗത്തിലുണ്ടാകുന്ന ആളുകൾ അവരെ ഓർത്തിട്ടാണോ സ്വർഗമുദ്ഘാടനം ചെയ്യുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അമ്പിയാക്കളുമല്ലേ? അതുകൊണ്ട് തന്നെ ആ സ്വർഗത്തിനെയും സ്വർഗവുമായി ബന്ധപ്പെട്ടവരെയും ഓർമ്മിച്ചിട്ടാണോ? ഈ സ്വർഗം എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്നാ. സ്വർഗത്തോട്ടം എന്നല്ലേ ഹബീബായ നബി തങ്ങൾ കിടക്കുന്നതിന്റെ സമീപത്തുള്ള സ്ഥലത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ അതിന്റെ തൊട്ടടുത്തുള്ളവരെ ഓർത്തിട്ടാണോ? റൗളയുടെ തൊട്ടടുത്തുള്ളവരെ ഓർത്തിട്ടാണോ എന്നും ഈ അർത്ഥത്തിന് ഇമാം ഖർബൂത്തി റഹിമഹുള്ള വ്യാഖ്യാനം പറയുകയാണ്. ഓ സുഹൃത്തുക്കളെ, അതിന്റെ പുറമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വർഗം, അതിന്റെ പുറമേ സലാമത്തിന്റെ വീട് എന്ന നിലക്ക് മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആത്മാക്കൾ നിൽക്കുന്ന അഅ്ലാ ഇല്ലിയീൻ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതിന്റെ മറ്റൊരു വ്യാഖ്യാനം, മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കളാകുന്ന അതേ ഫലാഹാദാ യകൂനുൽ മുറാദ് മിനൽ ജീറാനി അർവാഹുൽ അംബിയാഇ വൽ ഔലിയാഇ വസ്സാലിഹീൻ والمراد بجواريتهم جواريتهم في عالم الأرواح قبل حلولها في الأبدان. ഈ ഭൂമിലോകത്തേക്ക് മനുഷ്യൻ ഇറങ്ങി വരുന്നതിന് മുമ്പ്, ശാരീരിക ലോകത്തേക്ക് മനുഷ്യൻ വരുന്നതിന് മുമ്പ്, ആത്മീയ ലോകത്ത് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിൽ പുറത്തു കൊണ്ടുവന്നും അല്ലാതെയും ആത്മാവിന്റെ ലോകത്ത് ആത്മാക്കൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആ ആത്മാക്കളൊക്കെയും ഒരുമിച്ച് കൂടിയിട്ടുള്ള അഅ്ലാ ഇല്ലീൻ, ആ മഹാന്മാർ ഒരുമിച്ച് കൂടുന്ന ഉന്നതമായ സ്ഥലം, ആ സ്ഥലത്തിന്റെ അയൽവാസികളായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, അവരുടെ എല്ലാം തലപ്പത്ത് മുഹമ്മദ്